ഓക്കെ ടീച്ചേഴ്സ്, നമ്മളെ ബാച്ച് 8ൻ്റെ ഡേ 1 ആണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ ആദ്യം ഇന്ന് ഒരു കാര്യം തന്നെയാണ്, അത് നമ്മൾ ഒത്തിരി തവണ പല പല രീതിയിലായിട്ട് ചെയ്യും. നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ചെയ്യുന്നത്. ക്ലിയർ. നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോംപ്റ്റിംഗ്. ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ടാസ്ക്, നമുക്ക് ആദ്യത്തെ ഒരു ടാസ്ക് ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന പ്രോംപ്റ്റിനെ നമ്മൾ ചാറ്റ് ജി പി ടി കൊണ്ട് കൊടുത്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കി തരും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലയൺ ആൻഡ് മൗസ് എന്ന് പറയുന്ന സ്റ്റോറി ആരുടെ സഹായത്താൽ? ഈ കാണുന്ന പ്രോംപ്റ്റിന്റെ സഹായത്താൽ ചാറ്റ് ജി പി ടിയിൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യം കോപ്പി എടുക്കുന്നു. ചാറ്റ് ജി പി ടി രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് ജി പി ടി എന്ന് ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ വന്നു, അതിനകത്ത് ചാറ്റ് ജി പി ടി എന്ന് അടിച്ചു കൊടുക്കുക. നമ്മളെല്ലാ ആപ്പുകളും എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ സോഫ്റ്റ്വെയർ എ ഐ ടൂളും എടുക്കുന്ന ഗൂഗിൾ എടുത്തിട്ട് ചാറ്റ് ജി പി ടി അടിച്ചു കൊടുത്ത് അതിനകത്ത് കയറും. ഇനി എൻ്റെ ഓൾറെഡി എനിക്ക് ഇമെയിൽ ഇതിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല, നേരെ ചാറ്റ് ജി പി ടി ഡോറ് തുറന്ന് തന്നു. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നിങ്ങളെടുത്ത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ജിമെയിൽ യൂസ് ചെയ്തിട്ട് ആ ജിമെയിലിൻ്റെ ഐക്കൺ കാണിക്കുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ചാറ്റ് ജി പി ടിക്കകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ചാറ്റ് ജി പി ടി. അതിനകത്ത് നമുക്ക് ന്യൂ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ആദ്യം കിടക്കുന്നത്. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത വർക്കുകളൊക്കെ അതിനകത്ത് കാണിക്കും. ഏറ്റവും അവസാനം ചെയ്ത് ഏറ്റവും ആദ്യം വരും. ഇനി നടുക്ക് കാണുന്ന ഏരിയ ആണ് നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് സെർച്ച് ചെയ്യണത് പോലെ ഇതിൻ്റെ അകത്ത് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഈ എ ഐ ടൂളായിട്ടുള്ള ചാറ്റ് ജി പി ടി നമുക്ക് ചെയ്തു തരും. നമ്മുടെ ഇന്നത്തെ നമുക്ക് 6 ടാസ്കുകൾ ഇന്നുണ്ട്. 2 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. 6 പണികൾ നമുക്കുണ്ട്. അതിൽ ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി തയ്യാറാക്കാനാണ്. നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റോറി എന്താണ്? ലയൺ ആൻഡ് മൗസ്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി. അതിനെ നമ്മൾ ഈ പ്രോംപ്റ്റിനെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. എന്താണ് ആ പ്രോംപ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത്? ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി ഓഫ് ലയൺ ആൻഡ് മൗസ് ബോത്ത് ആർ തിക് ഫ്രണ്ട്സ് ആൻഡ് ഐ നീഡ് ടോട്ടൽ 5 സെന്റൻസസ്. റിമെമ്പർ സ്റ്റോറി മസ്റ്റ് ബി കിഡ് ഫ്രണ്ട്ലി. കിഡ് ഫ്രണ്ട്ലി. ഇതിപ്പം സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്റ്റോറി തയ്യാറായി 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 ഇങ്ങനെ വരും. എ ലയൺ ആൻഡ് ദ മൗസ്. കണ്ടോ, നമുക്ക് സ്റ്റോറി കിട്ടി. ഈ ശ്രീരഞ്ജിനി ടീച്ചറിന് ലോഗിൻ ചെയ്യാൻ പറ്റിയോ? ഒന്ന് കയറാൻ പറ്റിയെങ്കിൽ ഒന്ന് പറയണേ. 67 പേരുണ്ട്. ശ്രീരഞ്ജിനി ടീച്ചറിന് കയറാൻ പറ്റിയെങ്കിൽ ഒന്ന് പറയണം. ഒരു സുജി ടീച്ചർ പെൻഡിങ് ഉണ്ട്. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ഇവരാരും കയറാൻ പറ്റാതെ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്റ്റോറി ആയിക്കഴിഞ്ഞു. ദ ലയൺ ആൻഡ് ദ മൗസിന്റെ സ്റ്റോറി ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ഇത് സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഓക്കെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ടീച്ചറോട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ജോയിൻ ചെയ്യാൻ? ഓക്കെ, പോയി. സ്റ്റോറി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്താണ്? ക്രിയേറ്റ് മീ ക്രിയേറ്റ് മീ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഇമേജ് തയ്യാറാക്കി തരാൻ പറയാണേ. അപ്പൊ അതെവിടെ കിടക്കുകയാണ്? അത് ഇവിടെ ഇവിടെ പേസ്റ്റ് ചെയ്യും. ഈ കാണുന്ന സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഇമേജ്.
യെസ്, നമ്മുടെ ഇമേജ് ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആഡിങ് ഫൈനൽ ടച്ചസ്, അവസാന സ്പർശനത്തിലാണ്. നമുക്ക് ഇമേജ് വരട്ടെ. എങ്ങനെയാണ് ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് തയ്യാറാക്കി തരണത് നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ, ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് ഈ കിട്ടിയത്. കണ്ടല്ലോ, ഈ ഇമേജിനകത്ത് നമുക്കിനിയിപ്പോൾ എഡിറ്റൊക്കെ വരും. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഇമേജ് ഇങ്ങനെയല്ല, എനിക്ക് കുറച്ചൊരു മാറ്റം വേണം. ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദി സ്റ്റോറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വന്ന റിസൾട്ടിനെ ഒന്ന് അല്പം മോഡിഫൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കും. എന്താ വേണ്ടേ? ഐ നീഡ് എ സിംഗിൾ ഇമേജ്. ഐ നീഡ് എ സിംഗിൾ ഇമേജ്. അപ്പോൾ ഒരു സിംഗിൾ ഇമേജ് തയ്യാറാക്കി തരും. ഇനി അതിൻ്റെ താഴെ എനിക്ക് സ്റ്റോറിയും കൂടെ ചെയ്യാൻ പറ്റും. ഇതുവരെ ഒരു ബാച്ചിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല, എനിക്ക് കയറാൻ പറ്റുന്നില്ല. കുറച്ച് സമയം പിടിക്കാം ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടാൻ. എന്നോടൊപ്പം ചെയ്യുന്നവർ ചെയ്യേ. ഹലോ, ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണ് അതാണ് അത് തന്നെ അതെ. നമുക്ക് നെറ്റ് അതിൽ യൂട്യൂബ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം, സ്പീഡ് ഉണ്ടോന്ന് നോക്കണം. അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ. ആ, യെസ്, നമ്മുടെ ഒരു സിംഗിൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് വന്നു. ആദ്യം സ്റ്റോറിയുടെ പ്രോംപ്റ്റ് കൊടുത്തു, സ്റ്റോറി കിട്ടി. രണ്ടാമത് ഇമേജിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു, ഇമേജ് എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നേ. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, എനിക്ക് ഒരൊറ്റ സിംഗിൾ ഇമേജ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് ദാ ഇവിടെ കിട്ടി. ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദി സ്റ്റോറി. ഇനി അവസാനത്തെ ഒരു കുഞ്ഞു പരിപാടിയും കൂടെ ഉണ്ട്. ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ്. ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് ഈ കാണുന്ന സ്റ്റോറിനെയും ഇതിനെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് പറയാം, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ കാണുന്ന സ്റ്റോറിയും കമ്പൈൻ ആവണം, ഈ അവസാനം വന്ന ഈ ഇമേജും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടിയാൽ ഓക്കെ. ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ പ്രോംപ്റ്റ് അതിൽ ആഡ് ചെയ്തതിനു ശേഷം പിക്ചർ എങ്ങനെയാണ് വരുന്നത്? പ്രോംപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം പിക്ചർ എങ്ങനെ വരുന്നു? അത് പിക്ചർ ഇന്നലെ ശ്രദ്ധിച്ചില്ലേ? പിക്ചർ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മളെ ഈ ചാറ്റ് ജി പി ടിയിലെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് പിക്ചർ ജനറേറ്റ് ചെയ്ത് തരാണ്. വീണ്ടും ഒരു സെക്കൻഡ്. ഹലോ, എന്താ പറ്റി ജോയിൻ ചെയ്യേ? 66 പേരായി ടീച്ചേഴ്സ്. അതേ ലിങ്കിലാണ് അവരൊക്കെ കയറിയത്. അവിടെ നെറ്റ് സ്പീഡ് ഉണ്ടാ? 73 പേരായി. ഇത് വേറെ വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് അതിൽ കയറാൻ പറ്റുമെന്ന് നോക്കാം. ചിലപ്പം ഈ ഫോണിന്റെ പ്രശ്നമായിരിക്കാം. പെട്ടെന്ന് കയറാം. നോക്ക് ടീച്ചർ, വേറെ ഫോണിൽ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ ഒന്ന് വേറെ ഫോണിലോട്ട് ഷെയർ ചെയ്തിട്ട് അതിലൊന്ന് ട്രൈ ചെയ്തു. യെസ്, എല്ലാവർക്കും ഈ ഗൂഗിൾ മീറ്റ് ആണ് എല്ലാവർക്കും അറിയാന്നുള്ളത്. സൂം അധികം പേർക്ക് അറിഞ്ഞുകൂടാ. സൂം എടുക്കാൻ കാരണം നല്ല ക്വാളിറ്റിയാണ്, വോയിസ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇമേജ് വന്നു, ആ ഇമേജിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഇനി നമുക്ക് പ്രോംപ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം. ഈ നമ്പർ ഒന്നും വേണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മ്യൂട്ടോൾ മ്യൂട്ടോൾ. ഓക്കെ, നമുക്ക് ഈ നമ്പർ ഒന്നും വേണ്ട എങ്കിൽ റിമൂവ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാം. റിമൂവ് നമ്പേഴ്സ് അങ്ങനെ കൊടുക്കുമ്പോൾ ആ നമ്പർ 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ മാറും. ഇങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഒരു ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇമേജിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇമേജിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് ഇതുപോലത്തെയൊക്കെ തയ്യാറാക്കാം. ഈ ലയണും മൗസും ഒക്കെ മാറ്റിയിട്ട് മറ്റ് സംഭവങ്ങൾ കൊടുത്താൽ ഒരു സിറ്റുവേഷൻ കൊടുക്കുക, അപ്പോൾ അതനുസരിച്ച് അത് സ്റ്റോറി ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവസാനം പറഞ്ഞത് ഈ കാണുന്ന ഐക്കൺസ് ഒക്കെ നമ്പറുകളൊക്കെ മാറ്റിയിട്ട് നമ്പർ മാറ്റിയിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പിക്ചർ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം, സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇനി ഫോണിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യണം, ഫോണിൽ കുറച്ച് നേരം ആ പിക്ചറിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിനകത്ത് സേവ് ടു ഗാലറി എന്നോ ഡൗൺലോഡ് എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതങ്ങ് ചെയ്യാം. ആരെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എടുത്തതാണോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ സാർ മൊബൈലാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ആയതിനു ശേഷം പിന്നെ അപ്ഗ്രേഡ് ചെയ്താലേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ്, സൗണ്ട് കുറവാണെന്ന് ആരോ പറയുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെയാണോ, സൗണ്ട് കുറവാണോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? സൗണ്ട് കേൾക്കുന്നുണ്ട് സാറ്. ഒരാൾ പറയൂ. സൗണ്ട് ഓക്കെയാണ്. ഓക്കെ. താങ്ക് യു. അപ്പോൾ സൗണ്ട് കുറവുള്ളതിൻ്റെ അർത്ഥം അവരുടെ നെറ്റ് കുറവാണ്. നമുക്ക് ആ നെറ്റ് സൗകര്യമുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാറേ, ആ പിക്ചർ എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ ഈ ഓരോന്നിൻ്റെയും താഴെ ഞാൻ കറക്ഷൻ ചെയ്ത് പോവുകയാണ്. ആദ്യം നമ്മൾ സ്റ്റോറി തയ്യാറാക്കാൻ പറഞ്ഞതിൻ്റെ താഴെ അതിൻ്റെ അടുത്ത പ്രോംപ്റ്റ് ഇവിടെ പറഞ്ഞു, ക്രിയേറ്റ് മീ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇമേജ് എനിക്ക് തയ്യാറാക്കി തന്നു. പക്ഷേ എന്ത് പറ്റി, എനിക്കിങ്ങനെ അല്ലായിരുന്നു വേണ്ട, എനിക്ക് ഒറ്റ ഇമേജാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒറ്റ ഇമേജായിട്ട് തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു, ആ പ്രോംപ്റ്റിനകത്ത് ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദിസ് സ്റ്റോറി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിംഗിൾ ഇമേജ് ആക്കി തന്നു. പിന്നെ അതിൻ്റെ അകത്ത് കമ്പൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ആ സ്റ്റോറിയും ആ സിംഗിൾ ഇമേജും കൂടെ കമ്പൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അവരതിനെ കമ്പൈൻ ചെയ്ത് തന്നു. കമ്പൈൻ ചെയ്ത് തന്നു. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് കിട്ടി തന്നതാണ് ഇത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഇതേ പരിപാടി തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഇത്രയും ക്ഷമയോടുകൂടി ഒരു ഞായറാഴ്ച പഠിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുന്നതല്ലേ. ഇനി എനിക്കിതിനെ പെട്ടെന്ന് മലയാളത്തിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും, അതൊന്നും ആ പ്രോംപ്റ്റിൽ അവിടെ ഇല്ല, ഇവിടെ ഉള്ളൂ. എന്ത് ചെയ്യും നമ്മൾ, എനിക്ക് മലയാളം വെർഷൻ വേണം. ഇതിൻ്റെ മലയാളം എന്ന് അടിച്ചു കൊടുത്താലും വരും, മലയാളം വെർഷൻ എന്ന് അടിച്ചാലും വരും. ഇത് നമ്മളെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ അല്ല. സൗണ്ട് തീരെ ഇല്ല, എനിക്ക് ഒന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ ചില ടീച്ചേഴ്സിനോട് ചോദിച്ചത്. കാരണം നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സൗണ്ട് ക്ലിയർ ആയിരിക്കും കേട്ടോ. സൗണ്ട് ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനർത്ഥം അവരുടെ നെറ്റ് ഓക്കെയാണ്,
നമ്മുടെ ഏറ്റവും മാക്സിമം ഇവിടുത്തെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയ ഏറ്റവും കൂടിയ സ്പീഡിലുള്ള നെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറും എല്ലാം മാക്സിമം സ്പീഡ് സൂമിൻ്റെ പ്രോ വെർഷനാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കെയാണ്. അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരെ ആ സ്പീഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ 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 ഓക്കെ, അത് ദാ ജനറേറ്റ് ചെയ്ത് വരികയാണ്. എനിക്ക് മലയാളമാണ് വേണ്ടത്. മലയാളം ദാ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊന്ന് ഇടണേ ടീച്ചേഴ്സ്. എങ്ങനെയാണ് ചെയ്യുന്നത്? സേവ് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക. ഷെയർ എന്ന് പറഞ്ഞാൽ അല്ല സോറി, ഷെയർ കൊടുക്കരുത്. നമ്മൾ ഗാലറി സേവ് ആയല്ലോ നമ്മുടെ ഇമേജ്. എന്നിട്ട് വാട്സാപ്പ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ കൊടുത്ത് നമ്മുടെ ഇതിനകത്ത് യെസ്, ബിജിന ടീച്ചറിൻ്റെ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരൊന്ന് അതിൻ്റെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ചെയ്യാം. എഴുപത്തഞ്ച് പേര് ജോയിൻ ആയിട്ടുണ്ട്. സാർ ആ മലയാളത്തിന്റെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. വന്നില്ല മലയാളം വന്നില്ല, പറയാം. മലയാളം വന്നില്ല. വന്നാ ആ, വന്നു. സിംഹവും എലിയും മലയാളം വേർഷൻ എന്ന് പറഞ്ഞു എല്ലാം ചെയ്തിട്ട് അവസാനം മലയാളം വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. മലയാളം വേർഷൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മലയാളം വന്നു. ഇതിനകത്ത് ഇങ്ങനെ താഴെ പ്രോംപ്റ്റിംഗ് 1 by 1 ആയിട്ട് കൊടുത്താണ് നമ്മൾ പോകുന്നത്. മലയാളം കണ്ടോ, മലയാളം വേർഷൻ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം മലയാളത്തിൽ വന്നു സത്യമായ സൗഹൃദത്തിൻ്റെ കഥ, ഇങ്ങനെയൊക്കെ കാണും. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് പാഠം സത്യമായ സൗഹൃദം. സത്യമായ സൗഹൃദം ഒരു കേൾക്കാൻ ഒരു സുഖമില്ല. നമുക്ക് വേറെ ഒരു വാക്ക് മറ്റത് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും വാക്ക്? അയ്യോ, അതറിയാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുക കേട്ടോ. എങ്ങനെ എഡിറ്റ് ചെയ്യാം? സത്യമായ സൗഹൃദത്തിൻ്റെ കഥ. അപ്പോൾ അതിനുവേണ്ടി മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് മംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കീബോർഡ് എടുക്കുക. മംഗ്ലീഷ് എന്ന് അടിച്ചു കൊടുക്കണം. മംഗ്ലീഷ് എന്ന് അടിക്കുമ്പോൾ മംഗ്ലീഷിൻ്റെ ഈ സാധനം വരും. ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ബാച്ചിലുള്ള ആളുകൾ ടൈപ്പ് ചെയ്ത് വെച്ചതാണിത്. അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഗുണപാഠ കഥ, അതാണ് ഞാൻ പകരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതിന് പകരം? സത്യമായ സൗഹൃദത്തിൻ്റെ കഥയെ മാറ്റിയിട്ട് ഗുണപാഠ കഥ. അത് നേരത്തെ ചെയ്തു വെച്ച്. ഓക്കെ, അത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കോപ്പി ചെയ്യണേ. എന്നിട്ട് എന്ത് ചെയ്യും? റീപ്ലേസ് സത്യസൗഹൃദത്തിൻ്റെ കഥ 2. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഗുണപാഠ കഥ ആക്കുക. അതാണ് കവി ഉദ്ദേശിച്ചത്. കണ്ടോ, ഞാൻ എന്ത് ചെയ്തു? മംഗ്ലീഷ് കീബോർഡ് എടുത്ത് അതിനകത്ത് ടൈപ്പ് ചെയ്ത്, അതിനകത്ത് ടൈപ്പ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താൽ നമസ്കാരം എന്ന് അടിക്കുമ്പോൾ നമസ്കാരം. ഒരുപാട് അധ്യാപകർ ചെയ്യുന്നുണ്ട് ഈ മംഗ്ലീഷ് കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്തിട്ടൊക്കെയാണ് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് കോപ്പി എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. റീപ്ലേസ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇനി കൊടുക്കുകയാണേ പ്രോംപ്റ്റ്. അപ്പം കവി ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. സത്യമായ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് മാറിയിട്ട് ഗുണപാഠ കഥ അത്രയും ഒന്ന് മാറി കിട്ടണം, എഡിറ്റ് ചെയ്ത് കിട്ടണം. റീപ്ലേസ് ഫ്രം 2 അതാണ് ഉദ്ദേശിച്ചത്. അതേപോലെ സാറേ ഇതിപ്പോ നമ്മള് സേവ് ചെയ്തിട്ട് വാട്സാപ്പിൽ ഇട്ടപ്പോ പിന്നീട് തിരിച്ചിട്ട് ചാറ്റ് ജിപിടി പോകുമ്പോ ആ സംഭവം അവിടെ ഇല്ലല്ലോ. സേവ് അങ്ങനെ ചെയ്യാത്തോണ്ട് നല്ല ചോദ്യം, വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. നോക്കിക്കോണേ, എന്താ ചെയ്യാ? ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും ഈ റീസെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടോ റീസെന്റ്? കണ്ടോ ടീച്ചർ? കാണാവോ റീസെന്റ് ലയൺ ആൻഡ് മൗസ് എൻട്രി? ഏറ്റവും ഈ റീസെൻസിൽ കാണിക്കുന്ന ഏറ്റവും ആദ്യത്തത് നമ്മൾ അവസാനം ചെയ്തതായിരിക്കും. ഒന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പറയോ?
റീസൺസിൽ കിടക്കുന്നത് അവസാനം ചെയ്തതായിരിക്കും ഏറ്റവും ആദ്യം കിടക്കും. തിരിച്ചിട്ട് അവിടെ തന്നെയാ പോണ്ടേ, ചാറ്റ് ജി ആ പി ടി ആ തന്നെ? ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ. നോ ഇഷ്യൂ, നോ ഇഷ്യൂ, അങ്ങനെ ചെയ്യാം. ഇനി ഒരു ഇമെയിൽ ഐ ഡി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പരിപാടിയൊക്കെ തീരും. ഒരു ഇമെയിൽ ഐ ഡി ഫ്രീ ആണല്ലോ, കുറച്ച് കഴിയുമ്പോൾ പറയും പോയിട്ട് അടുത്ത ദിവസം വാന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അടുത്ത ദിവസം വരികയല്ല ചെയ്യേണ്ടത്, നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡികൾ ഉണ്ടാകണം ഒരാൾക്ക്. ഇതാ എൻ്റെ ഗുണപാഠ കഥ വന്നു, 2 എണ്ണം തന്നു, ഏതാണ് വേണമെന്ന് പറയും. രണ്ടാമത്തെ ബെറ്ററാണ്. ഇമേജ് 2 ഈസ് ബെറ്റർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇമേജ് 2 വന്നു. മലയാളത്തിൽ ചാറ്റ് ജി പി ടി ഇത്തിരി പിന്നിലാണ് മറ്റ് ജെമിനി പോലുള്ള സോഫ്റ്റ്വെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എങ്കിലും നമുക്ക് നല്ല ഭംഗിയുള്ള ഇമേജുകൾ കിട്ടുന്നത് കൊണ്ടാണ് ചാറ്റ് ജി പി ടി കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. നമ്മുടെ അരമണിക്കൂർ നമ്മൾ പോയിരിക്കുകയാണ്. നമുക്ക് മറ്റ് 5 ടാസ്കും കൂടെ ഇനി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഒരിക്കൽ കൂടെ പറയാം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? ആദ്യം നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് ആദ്യത്തെ പ്രോംപ്റ്റ് എടുത്തു, കോപ്പി എടുത്തു. എന്നിട്ട് അതിനെ ഇവിടെ പ്രോംപ്റ്റ് ഏരിയയിൽ കൊടുത്തു. അപ്പോൾ ഒരു സ്റ്റോറി എനിക്ക് തയ്യാറാക്കി തന്നു. രണ്ടാമത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ്, അതും ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ക്രിയേറ്റ് മീ എ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി, അത് കൊടുത്തപ്പോൾ ഇമേജ് തന്നു. പക്ഷേ എന്ത് ചെയ്തു, ഇമേജ് കുറേ 5 ഇമേജ് ചേർന്നും അങ്ങനെയൊക്കെയാണ് തന്നത്. ഇതും കൊള്ളാം, ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു ഇമേജ് മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തൊട്ടടുത്ത് ബി എന്ന് പറയുന്ന സാധനം എടുത്ത് കോപ്പി എടുത്തു, കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സിംഗിൾ ഇമേജ് നമുക്ക് കിട്ടി. അങ്ങനെ പലതരത്തിലുള്ള പ്രോംപ്റ്റിങ് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ താഴെയായിട്ട് ഇങ്ങനെ കൊടുത്താണ് നമ്മൾ ചെയ്ത് പോകണം. ഇനി ഇതിൻ്റെ താഴെ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് കൊടുത്താലും ഈ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇമേജിനെ മാത്രം ക്ലിക്ക് ചെയ്ത് വെച്ച് ആ കാണുന്നില്ല, ഓരോ ഇമേജുകൾ കാണാമല്ലോ, അതിൻ്റെ പ്രോംപ്റ്റിങ് നമുക്ക് താഴെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ വരും. റിമൂവ് മൗസിനെ വെറുതെ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് റിമൂവ് മൗസ് എന്ന് കൊടുക്കുകയാണ്. കൊടുത്താൽ ഈ മൗസ് അവിടുന്ന് ഈ പിക്ചറിൽ നിന്ന് റിമൂവ് ആവും. സാറേ, ആ നമ്പേഴ്സ് മാറ്റണത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. റിമൂവ് നമ്പർ റിമൂവ് നമ്പർ. ഓക്കെ. വളരെ എളുപ്പം, എന്ത് സിമ്പിൾ പരിപാടി കണ്ട. റിമൂവ് നമ്പർ. ഇപ്പൊ റിമൂവ് മൗസ് കൊടുത്ത് അതിനെ റിമൂവ് ചെയ്യും ആയിരിക്കും, നോക്കാം. അത് നടക്കട്ടെ ഒരു സൈഡിൽ കൂടെ. ഇനി നമുക്ക് അടുത്തതിനെ കുറിച്ച് ഒന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടാസ്ക്, ഒരു ക്ലാസ് നോട്ട്. നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് നോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ നോട്ടിൻ്റെ മറ്റൊരു വേർഷൻ തയ്യാറാക്കാനാണ് പോകുന്നത്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സാധനം, ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്. ആ നോട്ടിനെ നമ്മൾ ഈ ചാറ്റ് ജി പി ടിക്ക് അയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റും. ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കിയിട്ട് പിന്നെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു നോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇത് നോട്ട് മാത്രമല്ല ഉപയോഗിക്കുക, ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കാം, എന്ത് പഠനോപകരണങ്ങൾ എന്തായിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ പതുക്കെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ ഉണ്ടാക്കും, അതിനേക്കാളും മികച്ചത്. നമ്മൾ ആരുടെ സഹായത്താൽ തയ്യാറാക്കും? ചാറ്റ് ജി പി ടിയുടെ സഹായത്താൽ തയ്യാറാക്കും. ഇതാ മലയാളം വന്നു, റിമൂവ് ചെയ്തു. എലി ഏതാ കണ്ടോ, റിമൂവ് ചെയ്തുണ്ടോ? ഇതിൽ എലിയുണ്ട്, ഇതിൽ റിമൂവ് എലി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രോംപ്റ്റിംഗ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ആ പ്രോംപ്റ്റിംഗ് കൊടുക്കുന്ന രീതിയിൽ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ പരിപാടി ചെയ്ത് നോക്കാം. നമുക്കൊരു നോട്ട് ഉണ്ടാക്കാം, നോക്കാം. നോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഇപ്പം നിങ്ങളുടെ അടുത്തൊരു ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ടെക്സ്റ്റാണ് ഇരിക്കുന്നത്, ഫങ്ഷണൽ ഗ്രാമറിൻ്റെ, കണ്ടോ? അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. അതിൻ്റെ ഫോണിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ മറ്റൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജിനെ എടുക്കുകയാണ്.
ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗം കാണാൻ കഴിഞ്ഞില്ല, ഒന്ന് ഓടിച്ച് പറയാൻ പറ്റുമോ? ജസ്റ്റ് പറഞ്ഞാൽ മതി. ടീച്ചർ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് ടെൻഷൻ അത്രയും മാറ്റണം. നമുക്ക് ഒരു തരത്തിൽ നമ്മൾ സ്മാർട്ട് ടീച്ചേഴ്സാണ്. നമ്മൾ ഒരു തരത്തിൽ ഒരു കാര്യവും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളിതിൽ 6 ടാസ്ക് ചെയ്യണത് സെയിം പരിപാടിയാണ്, ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ആദ്യം ക്ലാസ് റൂമിൽ പോവും, ഇവിടെ നിന്ന് കുറേ പ്രോംപ്റ്റ് എടുത്ത് കോപ്പി ചെയ്യും, ചാറ്റ് GPT വരും, അതിൽ പേസ്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഈ 6 കാര്യത്തിലും ചെയ്യുന്നത്. ഓക്കെ, എന്നാലും ഞാൻ പറയാം, ഒരിക്കൽ കൂടെ പറയാം. ഡോൺ വറി, നമ്മൾ ഒരു മാഷെ കാര്യത്തിലും ടെൻഷൻ അടിക്കാൻ പാടില്ല. പറയണം. മാഷെ നമ്മൾ ഈ ചാറ്റ് ജിപിയിൽ നമ്മൾ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, ഉം. അത് മൊബൈലിലാണെങ്കിൽ എങ്ങനെ നമ്മളത് എടുക്കുക? അത് ഇതിൽ സേവ് ചെയ്യാൻ നോക്കിയിട്ടാവുന്നേ ഇല്ല. ഷെയർ ആക്കാൻ നോക്കുമ്പോ ഉദാഹരണം ഇമേജ് ആണോ? ഇമേജ് ഇപ്പൊ നമ്മള് ചെയ്ത് വെച്ച ഇമേജ് ഉണ്ടല്ലോ, ഉം. ആ ഇമേജിനെ ആ എങ്ങനെ ഇമേജിൽ നമ്മൾ കുറെ നേരം ഹോൾഡ് ചെയ്ത് വെക്കൂ. ആ ഇമേജിനെ ഒന്ന് ഹോൾഡ് ചെയ്യുമ്പം കോപ്പി, സേവ്, ഷെയർ, സേവ് 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 ചെയ്യുമ്പോ അത് വരുന്നത് ഗാലറി. പിന്നെ നെറ്റ്വർക്ക് എറർ. സേവ് ടു ഗാലറി കൊടുത്താൽ ഗാലറിയിൽ ഉണ്ടാവില്ലേ? അതെ, ഗാലറി പോയി കിടക്കും. നമ്മൾ സേവ് ചെയ്യുന്ന എല്ലാം ഗാലറി ഓപ്പൺ ആക്കുമ്പോൾ അവിടെ കിടക്കും. അവിടെ നിന്ന് ഷെയർ ചെയ്ത് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഇടാം. നമ്മുടെ സിംഹങ്ങളെ കൊണ്ട് നിറഞ്ഞല്ല. ലൈല ടീച്ചറിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ജോയിൻ ലിങ്ക് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കും. നമുക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ വീഡിയോ റെക്കോർഡും ഷെയർ ചെയ്യാം. പിൻ അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊരു നോട്ടിൻ്റെ ഒരു ക്ലോണെന്നോ അല്ലെങ്കിൽ മറ്റൊരു പകർപ്പ് തയ്യാറാക്കാനാണ് പോകുന്നത്. ഒരേ കാര്യത്തിന് പല 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 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് 5 ഇരിക്കട്ടെ, 5ൻ്റെ ബേസിക് സയൻസിൻ്റെ ഒരു നോട്ടാണ് കൊടുക്കുന്നത്, ലെസൺ നോട്ടാണ് കൊടുക്കുന്നത്. മ്യൂട്ട് ഓൾ. യെസ്, ലെസൺ നോട്ട് കൊടുത്ത് ഇമേജിങ് സെലക്ട് ചെയ്തപ്പം ഞാൻ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിന് പകരം അതിൽ ഏതെങ്കിലും ലെസൺ നോട്ട് കാണും. ഇത് കൈകൊണ്ടൊക്കെ എഴുതിയിരിക്കുന്ന നോട്ടില്ലേ, ഇതുപോലെ. സാറേ ഇത് ഗൂഗിൾ ആണോ ചെയ്യേണ്ടത്? ഗൂഗിൾ എടുത്തിട്ടാണ് ആ ഇത് കൊടുക്കേണ്ടത്? ആ ലാപ്ടോപ്പിൽ ചെയ്യുന്നവർക്കോ മൊബൈലിൽ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം. ഗൂഗിൾ എടുത്തിട്ട് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി, ഫോണിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഞാൻ ലാപ്ടോപ്പിലല്ലേ ചെയ്യണേ, അതിനെടുത്ത് ഇങ്ങോട്ട് അയച്ച് അതിന് പകരം ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിൻ്റെ ലെസൺ നോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ആ പാഠഭാഗത്തിൻ്റെ ഒരു നോട്ട്. എന്താ ടീച്ചർ? ഈ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് പ്രോംപ്റ്റാ സാറേ കൊടുക്കുന്നത്? മലയാളം വേർഷൻ എന്നാണ് കൊടുത്തത്. മലയാളം എന്ന് കൊടുത്താലും വരും. മലയാളം വേർഷൻ ആണ് ഞാൻ കൊടുത്തത്. മലയാളം എന്ന് കൊടുത്താലും വരും. ഓക്കെ സാർ. ഇത് ഒരു ടീച്ചർ AC പ്രൈമറി 5 സെൻറ്റൻസ് ലെസൺ നോട്ട്സ് പൗൾട്രി കീപ്പിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു നോട്ട് കിടക്കുകയാണ്. ഇത് വർക്ക്ഷീറ്റാണ്. റൈറ്റ് 1 വേർഡ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് മോഡലുള്ള ഇതിനെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണേ. അപ്പോൾ അതിനെ ഓപ്പൺ ഇൻ ന്യൂ ടാബ് കൊടുത്തപ്പം ഈ ഇമേജ് ഒരു പുതിയ ഇതായിട്ട് വന്നു. ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ സ്ഥിരമൊക്കെ ചെയ്യണതായിരിക്കാം. ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ പിക്ചറൊക്കെ എടുത്ത് ഇടുന്നില്ലേ, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാറില്ല, അതേപോലത്തെ ഒരു പരിപാടി. അപ്പോൾ ഇതിനെ ഞാൻ കോപ്പി എടുത്തേ. കോപ്പി ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് ഈ ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഈ വർക്ക്ഷീറ്റ്, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, ഓസോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെർഷൻ നമ്മൾ എങ്ങനെ തയ്യാറാക്കാം? അതിന് വേണ്ടിയിട്ട് ന്യൂ ചാറ്റ് എടുക്കണം. ഇതൊക്കെ ഇതിനകത്ത് സിംഹം കിടക്കുകയാണ്, സിംഹവും എലിയൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും നമുക്ക് വേണ്ട. ന്യൂ ചാറ്റ്, പുതുതായിട്ട് തുടങ്ങുകയാണ്.
പുതിയ തുടക്കം, പേസ്റ്റ് കൊടുത്തപ്പോൾ അവിടെ സെലക്ട് ചെയ്ത് വെച്ച സാധനം ഇവിടെ എന്താവും? പേസ്റ്റ് ആകും. ദാ ഇവിടെ പേസ്റ്റ്, ഇവിടെ അത് പേസ്റ്റ് ആയി. ഇനി പ്ലസ്സുകൾ, സോറി, ഇനി നമ്മുടെ ഇതിനകത്ത് എന്താണ് പറയണേ, ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ്. ഈ കാണുന്ന ചിത്രത്തിനെ ടെക്സ്റ്റ് ആക്കി തരാൻ വേണ്ടി പറയാം. അപ്പം നമുക്ക് വായിക്കാൻ പറ്റും എന്താണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വായിക്കാൻ പറ്റും. സബ്ജക്റ്റ് സയൻസ്, ക്ലാസ് 5, വർക്ക്ഷീറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണേ. റൈറ്റ് 1 വേർഡ് ഓഫ് ദ ഫോളോയിങ്, ഇതിൻ്റെ 1 വേർഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി, അതിൻ്റെ ആൻസറും ഒക്കെ കിട്ടി അല്ലേ? ഒരു ക്വസ്റ്റ്യനും കിട്ടി, അതിൻ്റെ ആൻസറും കിട്ടി. ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ വിചാരിച്ചു നോട്ടായിരിക്കും. ഓക്കെ, ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒക്കെയാണ് തന്നേക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോട്ട് തന്നെ വേണമെന്നില്ല. ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് വെച്ചോ, നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ എടുത്ത് ഇതിനെ ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാം. എന്താക്കി മാറ്റാം? ടെക്സ്റ്റ് ആക്കി മാറ്റാം. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ ഇവനെ പോലെ മറ്റൊരെണ്ണം തയ്യാറാക്കി തരാൻ പറയും. ഇവനെ പോലെ മറ്റൊരെണ്ണം. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റ് എവിടെ കിടക്കുന്നത്? ഇതാണ്, ക്രിയേറ്റ് ആൻ അനദർ യുണീക്ക് സ്റ്റൈൽ ലെസൺ എക്സ്പ്ലനേഷൻ എന്നാണ് പറയണേ. അതിന് ഞാൻ അതിനെ ലെസൺ എക്സ്പ്ലനേഷനെ എൻ്റെ കേസിൽ ഞാൻ മാറ്റും. ഞാനിത് നോട്ടല്ലല്ലോ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുവേ. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് ഒരു നോട്ടാണെങ്കിൽ, ഒരു പാഠഭാഗത്തിൻ്റെ നോട്ടാണെങ്കിൽ ഈ പ്രോംപ്റ്റ് അതുപോലെ ഉപയോഗിക്കാം. ആരും കൺഫ്യൂഷൻ ആയില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ല സാർ, ഇതിപ്പോ നമ്മളിപ്പോ പാഠപുസ്തകത്തിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക വേണ്ട, എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പൊ ഗൂഗിളിൽ പോയിട്ട് ചെയ്തപ്പോ ഓൾറെഡി അവിടുന്ന് സെർച്ച് ചെയ്ത് എടുത്തതല്ലേ? അതെ, ഗൂഗിളിൽ പോയി ഞാൻ സെർച്ച് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ചെയ്യാൻ ഫോണിൽ ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട്. കാരണം പെട്ടെന്ന് അടുത്തിരിക്കുന്ന ഒരു നോട്ട്ബുക്കിനെ, ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫങ്ഷണൽ ഗ്രാമറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തന്നില്ലേ, അതുപോലെ അതിൻ്റെ ഒരു പേജ് തുറന്നു വെച്ചിട്ട് ഏതെങ്കിലും നൗണോ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു പിക്ചർ എടുക്കുക, പിക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മളവിടെ പ്രോംപ്റ്റ് തന്നിട്ടില്ലേ, ക്രിയേറ്റ് അനദർ യുണീക്ക് സ്റ്റൈൽ ലെസൺ എക്സ്പ്ലനേഷൻ. ആ ലെസൺ എക്സ്പ്ലനേഷൻ എന്ന് വാക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടത് കൊടുക്കാം. നമ്മളങ്ങനെ പ്രോംപ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത് ആ വാക്ക് അതിനകത്ത് വന്നാൽ മതി. ഇപ്പൊ കിട്ടിയ റിസൾട്ട്, നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ? ആ നമ്മള് ഒരാളോട് ഒരു കാര്യം പറയും. ഇപ്പൊ ടീച്ചർ എന്നോട് ഒരു കാര്യം ചോദിച്ചു, അതിന് അതിന്റെ ഉത്തരവാണ് ഞാൻ തന്ന. ഇപ്പൊ ചോദിച്ച ചോദ്യം ടീച്ചറിനെ അറിയാം, എന്ത് ചോദ്യം എന്നോട് ചോദിക്കണമെന്ന് ടീച്ചറിനെ അറിയാം അല്ലേ? അപ്പോൾ അതിന് എൻ്റെ ഉത്തരം ഞാൻ പറയും. അതുപോലെയാണ് AI. നമുക്ക് എന്ത് ചോദ്യമാണ് നമ്മൾ എന്താണ് നമുക്ക് ചെയ്ത് തരേണ്ടത്, ആ ചോദ്യം പ്രോപ്പർ ആക്കിയാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഒന്ന് നോക്കി, ക്വിക്ക് ബ്രെയിൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ കണ്ടന്റ് ഞാൻ ശരിക്കും വായിച്ച് നോക്കിയില്ല, ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. റൈറ്റ് ദി 1 വേർഡ് ഫോളോയിങ്, ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. ക്ലോറിനെ കുറിച്ച് പറയുന്നുണ്ട്, എർത്ത് കണ്ടെയ്നിങ് എവരിത്തിങ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഓക്കെ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് പുതിയ ഒരെണ്ണം ഇത് തയ്യാറാക്കി തന്നിട്ടുണ്ട്, ക്വിക്ക് ബ്രെയിൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓരോന്നും അതിൻ്റെ ചോദ്യം, അതിൻ്റെ ആൻസർ, ചോദ്യം ആൻസർ, ചോദ്യം ആൻസർ, അങ്ങനെ 5 എണ്ണം. പക്ഷെ മലയാളം കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ ടീച്ചർ? മലയാളം കൊടുക്കുമ്പോഴേ മലയാളത്തിലേക്ക് വരാൻ ഇപ്പൊ കറക്റ്റ് കൊടുക്കണ്ട ആയിട്ട് ടീച്ചർ. അത് നമുക്ക് ഭയങ്കര മനസ്സിങ്ങനെ ചാടി ഇരിക്കണായിരിക്കും, പെട്ടെന്ന് ഓടി ഓടി എല്ലാ മേഖല അങ്ങനെയല്ല. ഒരു ചെറിയൊരു ഇത്. അതല്ല, ഞാനൊരു ബുക്കുള്ളത് മലയാളം ഇരുന്നെന്റെ ജീവിതത്തിൽ അത് കൊടുത്തപ്പോഴേ അതെ, എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഈ മലയാളം എന്ന് പറയുന്നത് ഈ AI വരുന്നതേ ഉള്ളൂ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യ കാലഘട്ടത്തിൽ നിന്നും ഇപ്പം മലയാളത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മലയാളം നമുക്ക് വർക്ക്ഷീറ്റും വർക്ക് ബുക്കൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യും. അപ്പോൾ മലയാളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളം അത്രയും അഡ്വാൻസ് ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ചില ഇതുപോലത്തെ മംഗ്ലീഷ് കീബോർഡ് പോലത്തെ അതിനകത്ത് പോയി നമ്മൾ ഈ മാറ്റം വരുത്തുന്നതാണ് ചെയ്യുന്നത്. ഞാൻ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് ചെയ്തോട്ടെ. ഈ നോട്ട്ബുക്കിനെ
ഇത് ഇത്രയും ഒന്ന് സെലക്ട് ചെയ്ത് എൻ്റെ ഈ കാണുന്ന കണ്ടന്റ് അത്രയും ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു വർക്ക്ഷീറ്റ് മോഡലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ചാറ്റ് ജി പി ടിയോട് പറയാണ് എനിക്കൊരു 4 ക്വസ്റ്റ്യൻ ടു ഒരുപാട് വേണ്ട, കാരണം ഒരു ഷീറ്റിൽ നിൽക്കണമല്ലോ. ഇത്രയും മതി. ഇത്രയും മാത്രം ഞാൻ കോപ്പി എടുത്തു. എന്നിട്ട് പ്രോംപ്റ്റിൻ്റെ അവിടെ ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ് സിമ്പിൾ. ഇതിനെ ഒരു വർക്ക്ഷീറ്റായിട്ട് തയ്യാറാക്കി തരൂ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഞാൻ പേസ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് കോപ്പി എടുത്ത സാധനം അത്രയും എനിക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഉണ്ടല്ലോ അത്രയും എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ്. വളരെ സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ക്രിയേറ്റ് മീ ഇമേജ് എന്ന് നമ്മൾ എന്തിൻ്റെയും ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇമേജ് ഉണ്ടാക്കും. പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്താണോ കൊടുക്കേണ്ടത് അതായിരിക്കും ചെയ്യുക. ഓഫ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമ്മളിപ്പോൾ എന്താ ചെയ്തേ, ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ എടുത്തു പിക്ക് ചെയ്തു അല്ലേ. ഒരു ഗൂഗിളിൽ കിടന്ന ഒരു പിക്ചറിനെ ഞാൻ ഇങ്ങനെ എടുത്ത് അതിനെ ആദ്യം ടെക്സ്റ്റ് ആക്കി മാറ്റി. അതിനെ ആദ്യം എന്താക്കി മാറ്റി, ടെക്സ്റ്റ് ആക്കി മാറ്റി. എന്നിട്ട് അതിനെ മറ്റൊരു വെർഷനായിട്ട് മാറ്റി. എന്ത് ചെയ്ത് തരാൻ പറഞ്ഞു, ക്രിയേറ്റ് അനദർ യുണീക്ക് ആയിട്ടുള്ള യുണീക്ക് സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഐ വാണ്ട് ഇറ്റ് ടു ഫീൽ ഫ്രഷ് ആയിരിക്കണം. അത് ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കരുത്, പുതുതായിരിക്കണം. യുണീക്ക് എന്നും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇവിടെ ഫ്രഷ് എന്നും രണ്ടും ഒരേ മീനിങ് വരുന്നതാണ്. ക്രിയേറ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ടിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻസ്, മേക്ക് ഇറ്റ് എൻഗേജിങ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെമ്മറബിൾ ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ഓർക്കാൻ സൗകര്യമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം. അപ്പം അങ്ങനെയാണ് ഒരെണ്ണം തയ്യാറാക്കി തന്നത്. അപ്പോൾ ഇതിനെ ഞാൻ അവസാനം ഒരു ചെറിയൊരു പൊടിക്കൈയും കൂടെ ചേർത്ത് ഇതിനെ എനിക്കൊരു നോട്ടാക്കി ഒരു ഇമേജ് ആക്കി തരാൻ വേണ്ടി കൂടെ പറഞ്ഞേക്കുകയാണേ. അതിനുവേണ്ടി ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് ക്രിയേറ്റ് മീ ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത് തന്ന കണ്ടന്റിനെ ഞാൻ ഇതിനകത്ത് കോപ്പി പേസ്റ്റ് കൊടുത്തു. ഇതാവുന്നു ഒരു കിടിലൻ നോട്ട് ഇതാ കൈ തന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് പിള്ളേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് കണ്ടാലും പഠിക്കാൻ തോന്നും. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴും ഇത് സാധനങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധമുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒന്ന് സേവ് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിനകത്ത് ഇട്ടുതരാം. കോപ്പി പേസ്റ്റേ, അവിടെ കോപ്പി എടുത്തു, ഇവിടെ പേസ്റ്റ് കൊടുത്തു. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇന്ന് ഫുള്ള് എന്താവും, ഹാങ് ആവും. എങ്ങനെയാണ് മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്യണേ? മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞത് ഈ ഓപ്ഷൻ ഇവിടെ കാണും. മൊബൈലിൽ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് അതിനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പിക്ചറുകളൊന്നും നിങ്ങളുടെ ഫോണിൽ സേവ് ആവില്ല, ഇല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഫുള്ളാവും. ഓക്കെ 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 അതപ്പോൾ അത് ചെയ്യുക. നമ്മൾ രണ്ടാമത്തെ ടാസ്ക്കാണ് ചെയ്ത് തീർത്തത്. ആദ്യത്തെ ടാസ്കിൽ ഒരു കഥ ഉണ്ടാക്കി അതിനെന്ത് ചെയ്തു, ആ സ്റ്റോറിയെ ഇങ്ങനെ ആ പ്രോംപ്റ്റിനെ കോപ്പി എടുത്ത് ചാറ്റ് ജി പി ടി കൊണ്ടു കൊടുത്തു. അതിനെ ഇമേജ് ആക്കി സ്റ്റോറിയാക്കി നമുക്ക് തന്നു. രണ്ടാമത്തതിൽ നമ്മുടെ ക്ലാസ് നോട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തും റിപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മൾ കൈകൊണ്ട് എഴുതുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം. ഒരു റഫായിട്ട് ഒരെണ്ണം എഴുതി, ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമ്മൾ റഫായിട്ട് എഴുതി. ഇംഗ്ലീഷേ പ്രിഫർ ചെയ്യുള്ളൂ, കാരണം മലയാളം ഡെവലപ്പായി വരണമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം തയ്യാറാക്കിയിട്ട് ഫോട്ടോ എടുത്തു, കൈകൊണ്ട് എഴുതിയതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് കൊടുത്തിട്ട് പറയാണ് ചാറ്റ് ജി പി ടി ഇതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് തരണം. ആരെ പോലെ, ലൈക്ക് പ്രൊഫഷണൽ റൈറ്ററിനെ പോലെയൊക്കെ ഒന്ന് ശരിയാക്കി തരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു അടിപൊളി കിട്ടിലം സാധനം തയ്യാറാക്കി തരും. ഓക്കെ, ഇപ്പോൾ എ ഐ എങ്ങനെ ബ്രില്യൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ടാസ്ക് ആയിട്ടുള്ള റീഡിംഗ് കാർഡ് തയ്യാറാക്കാനായിട്ട് പഠിക്കാം. അതും വളരെ എളുപ്പമാണ്.
ഇപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വൈകി വന്ന ടീച്ചർ സംശയം ചോദിച്ച ടീച്ചറിനൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും. ഒരേ പ്രോസസ്സാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എടുക്കുന്നു, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യും. എന്ത് എളുപ്പമുള്ള പരിപാടി. ന്യൂ ചാറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യണേ. വൈകി വന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ടിരുന്ന് ചെയ്യാം. പാട്ടും പാടിയിരുന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത്രേ ഉള്ളൂ. എന്താ പറഞ്ഞേ? സിമ്പിൾ ഇംഗ്ലീഷ് റീഡിംഗ് ഗാർഡ് ഓഫ് എ മാംഗോ. ഐ നീഡ് 5 ലൈൻ, 5 ലൈനുള്ള ഒരു മാംഗോയുടെ ഒരു വായനാ കാർഡാണ് തയ്യാറാക്കിയത്. കേട്ടോ, 5 ലൈൻ. 5 ലൈൻ വേണ്ട, 10 ലൈൻ വേണമെങ്കിൽ ഇവിടെ 10 കൊടുക്കാം, 15 വേണമെങ്കിൽ 15 കൊടുക്കാം, 100 വേണമെങ്കിൽ 100 കൊടുക്കാം. എത്രയായിരുന്നാലും നമുക്ക് ചെയ്തു തരും. നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ കാണപ്പെടുന്ന ആ ഒരു ജീനി ഉണ്ടല്ലോ, ആ സാധനമാണ് നമ്മുടെ ഈ സംഭവം. എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരും. അൺലിമിറ്റഡ് ഇൻഫർമേഷനാണ്. പിന്നെ ChatGPT തീർന്നു പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് വായന കാർഡ് ആക്കിയാൽ എങ്ങനെ ചെയ്യാം? അതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ വെച്ച് ക്രിയേറ്റ്, നേരത്തെ കൊടുത്ത സെയിം പരിപാടി, ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് വർക്ക്ഷീറ്റ്, ബ്രാക്കറ്റ് കൊടുത്ത് ഇതിനകത്ത് പേസ്റ്റ് കൊടുക്കുക. അവിടെ നിന്ന് കോപ്പി എടുത്തതാണ്, ഈ മാംഗോ ഒക്കെ കോപ്പി എടുത്തില്ലേ, അതിനെടുത്ത് ഇവിടെ കൊടുത്ത് ഇപ്പോൾ ഒരു മാംഗോയുടെ വർക്ക്ഷീറ്റ് എനിക്ക് കിട്ടും. ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് എന്ത് കൊടുത്താലും അത് മനസ്സിലാവുന്ന ഇമേജ് തയ്യാറാക്കുക. ക്രിയേറ്റ് ഇമേജ്. ഇപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഇനി അടുത്തുള്ളത് 15:22. ഇനി നമുക്ക് 1 മണിക്കൂർ ഒട്ടെ, നമുക്കൊരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കുവേ. നിങ്ങൾ ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ. ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗം കാണാൻ കഴിഞ്ഞില്ല, ഒന്ന് ഓടിച്ച് പറയാം. ഇത് നമ്മൾ ഓടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മീഡിയ വിസിബിലിറ്റി ഓഫ് ആക്കുന്നത് പറയാമോ? മീഡിയ വിസിബിലിറ്റി ഓഫ് ആക്കുന്നതൊന്നുമില്ല. നമ്മൾ ആദ്യം ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ സാധനമുണ്ട് ഫോണിൽ, അത് നോ ആക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ മീഡിയ വിസിബിലിറ്റി. ഇനി നമ്മുടെ ഫോണ് ക്ലീൻ ആയിരിക്കും, ഇതൊന്നും വന്ന് കയറില്ല. റെക്കോർഡഡ് ക്ലാസ് എല്ലാ ദിവസവും നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യും. കാരണം അതൊന്നും കൂടെ നോക്കി വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് ക്ലാസ് തരുന്നത്. ഒരു യൂണിറ്റിൻ്റെ നോട്ട് എങ്ങനെ തയ്യാറാക്കാം? ഒരു യൂണിറ്റിൻ്റെ നോട്ട് തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആ നോട്ട് ആദ്യം ഉണ്ടാവണം. ഒരു മോഡൽ നമ്മുടെ കയ്യിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിൻ്റെ നോട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ വേറെ ഒന്നുമില്ല, ഞാൻ തന്ന പ്രോംപ്റ്റ് അങ്ങ് എടുത്തങ്ങ് കൊടുത്താൽ കേട്ടോ. ഞാൻ തന്ന പ്രോംപ്റ്റ് എടുത്ത് കൊടുക്കുക, നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പോൾ അതിൽ നമുക്ക് തൃപ്തിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ താഴെ എഡിറ്റ് കൊടുത്ത് ബബിത ടീച്ചറിൻ്റെ കുറച്ച് ഇമേജുകൾ, മാംഗോസ് കൊള്ളാം, നല്ല രസമുണ്ട്, നമ്പറൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. വെരി ഗുഡ്. യെസ്. ഇനി കുറച്ച് സമയം സംശയം നിങ്ങൾ ചോദിക്കാനായിട്ട് എടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് എടുക്കണം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ ടീച്ചേഴ്സ്. സംശയങ്ങളൊന്നുമില്ല? 62 പേരുണ്ട്. എല്ലാവർക്കും മനസ്സിലായി? വെരി ഗുഡ്. ടീച്ചേഴ്സ് കം ഓൺ, ഷൂട്ട്. ആ, പറയണം. ഞാൻ നേരത്തെ ആ ഒരു നോട്ടിന്റെ പിക്ചർ ഇട്ടതില് പകർച്ചവ്യാധികളെ കുറിച്ചായിരുന്നു. ആ, എന്നിട്ട് അതിന്റെ എന്താ പറയാ, ഇപ്പൊ സാർക്ക് വന്ന പോലെയല്ല എനിക്ക്, പക്ഷെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് പിന്നെ വന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തെറ്റായിട്ട് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ വീണ്ടും പിന്നെ എങ്ങനെയാ നമ്മൾ അത് ചെയ്യാ? അപ്പൊ വീണ്ടും ആ ഒന്നുകിൽ ഫോട്ടോ ഒന്നേന്ന് ന്യൂ ചാറ്റ് എടുത്തിട്ട് ഒന്നേന്ന് കൊടുക്കാം. ആ ഒന്നേന്ന് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റായി വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അതിന് മനസ്സിലാക്കാൻ പറ്റാത്തായിരിക്കും, ഇതൊരു മെഷീനാണല്ലോ, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ അതിന് നമുക്ക് ക്ലൂ കൂടുതൽ കൊടുക്കാം.
ബ്ലൂ ചിലപ്പോൾ ക്ലാരിറ്റി കാണൂല, ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം റീഡബിൾ ആയിരിക്കില്ലായിരിക്കും, അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ കിട്ടും, കിട്ടാതിരിക്കില്ല. ആ പിന്നെ സാർ ഈ മൊബൈൽ ആപ്പില് ന്യൂ ചാറ്റ് എനിക്ക് കാണണില്ല. അപ്പൊ ഞാൻ അതിനെ ചോട്ടില് ജസ്റ്റ് ന്യൂ ന്യൂ ചാറ്റ് ചാറ്റ് എന്ന് അല്ല, കൊടുത്തിട്ട് താഴെ മൊബൈലിൽ ന്യൂ ചാറ്റ് കാണില്ല ടീച്ചർ. മൊബൈലിൽ വേറെ പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. മൊബൈലിൽ വരുമ്പോൾ നമുക്ക് താഴെ ഒരു കറുത്ത ഒരു സിമ്പിൾ വരും. അല്ല, മുകളിലില്ലേ ഒരു രണ്ട് വരയില്ലേ, അതിൽ ചാറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. മുകളിൽ ഒരു വലിയ വരയും ചെറിയ വരയും കാണിക്കുന്ന കണ്ടാ മൊബൈലിൽ? അതിനകത്ത് എനിക്ക് പ്രൊജക്ട്സ്, അത് ഇമേജസ്, പിന്നെ മോറില് കോഡക്സ്, ലൈബ്രറി, ആപ്സ് അങ്ങനെ കാണിക്കണേ. ടീച്ചറെ, മുകളിൽ ഒരു രണ്ട് വര ഉണ്ട്, റൈറ്റും ആ ലെഫ്റ്റും ഉണ്ടല്ലോ. ലെഫ്റ്റിൽ രണ്ട് വര ഉണ്ടാ, ഒരു വലിയ വരയും ചെറിയ വരയും. അതിൽ സാർ ക്ലിക്ക് ചെയ്യണം. അതിലാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലിക്ക് ചെയ്യുമ്പോ വന്നതാണ് ഈ പ്രൊജക്ട്സ്, ഇമേജസ് എന്നൊക്കെ. ഇതിൽ ചാറ്റ് കാണില്ല. ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ചാറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ആയിരിക്കും വരണം, റൈറ്റ് ബോട്ടത്തിൽ വരും. അവിടെ ഉണ്ട് അല്ലേ? അവിടെ ചാറ്റ് കൊടുക്കുമ്പോൾ പുതിയ ചാറ്റ് നമുക്ക് ഫോണിൽ അങ്ങനെയാണ്, ഫോണിൽ അങ്ങനെയാണ്, കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ്. കമ്പ്യൂട്ടറിൽ ന്യൂ ചാറ്റ് വരും, ശ്രദ്ധിച്ചാൽ ഓക്കെ കിട്ടും. സാർ, കിട്ടി കിട്ടി കിട്ടി. കിട്ടി. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇനി ഒരു ഞാൻ 15:30 വരാം, 3:30 വരാം. ഓക്കെ, നടക്കട്ടെ, കണ്ടിന്യൂ, വർക്കുകൾ തുടരട്ടെ.
ഹലോ ടീച്ചേഴ്സ്. സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ ഓക്കെയാണ്. 64 പേരുണ്ട്. നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടക്കാം. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? ഒരു യൂണിറ്റിൻ്റെ നോട്ട് എങ്ങനെ തയ്യാറാക്കാം? നോട്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നോട്ട് നമുക്ക് വേണം, നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പൊടിക്കൈകൾ നമ്മൾ ചെയ്യും. നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവസാനത്തെ 2 ക്ലാസ് പ്രോജക്റ്റാണ്. പ്രോജക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ 3 ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ, 3 ദിവസം ഇന്ന് കുറേ കാര്യങ്ങൾ, കുറേ അധികം കാര്യം ഇന്ന് നമ്മൾ പഠിക്കും. ഇതുപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഒരു യൂണിറ്റ് നമ്മൾ എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂണിറ്റ് എടുക്കാം. യൂണിറ്റ് എടുത്തിട്ട് ആ യൂണിറ്റ് വേണ്ട A to Z സാധനങ്ങൾ ചെയ്യും. അതിന് വേണ്ടുന്ന പോസ്റ്റർ തയ്യാറാക്കും, ക്ലാസ് നോട്ടുകൾ തയ്യാറാക്കും, അതിനാവശ്യമായിട്ടുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കും, പിന്നെ അതിനാവശ്യമായിട്ടുള്ള വീഡിയോസ്, പ്രസൻറ്റേഷൻസ്, ഇതെല്ലാം കൂടെ തയ്യാറാക്കി ഫുൾ ഒരു പാക്കേജ് ആക്കിയാണ് നിങ്ങളെ വിടുന്നത്. അത് വെറും 5 ദിവസം കൊണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഈ നോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി, വളരെ കൂളായിട്ടിരിക്കുക, എല്ലാം നമുക്ക് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ 6 ടാസ്ക് ഉണ്ട്. ആ 6 ടാസ്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഇന്നത്തെ ദിവസം വിജയമാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് എത്ര വെള്ളിയാഴ്ച വരെ സമയമുണ്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി. ഓരോ ദിവസവും ഓരോന്ന് എടുത്ത് വെച്ച് പഠിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് 5 ദിവസം കിട്ടുകയാണ്. അപ്പോൾ അതിനെ മാക്സിമം ഉപയോഗിക്കുക. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിനെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന വർക്കുകളൊക്കെ ചെയ്ത് ഇടുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ അയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നമ്പർ മാത്രമേ ഇനി വരത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാം ലെഫ്റ്റ് ആവും. അപ്പോൾ ഇതിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം മാത്സ് വർക്ക്ഷീറ്റ് 4 ടാസ്ക് വരെയാണ് മാത്സ് വർക്ക് ഷീറ്റ് ചെയ്തില്ല. നമ്മൾ റീഡിംഗ് കാർഡ് വരെയാണ് ചെയ്തത്. റീഡിംഗ് കാർഡ് ഇംഗ്ലീഷ് ചെയ്തു, മലയാളം ചെയ്തില്ല. മലയാളം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കോപ്പി എടുത്ത് ആസ് യൂഷ്വൽ സാധാരണ പോലെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. മാമ്പഴമാണ് എൻ്റെ ടോപ്പിക്. മുകളിൽ മാംഗോ വന്നു, ഇവിടെ മാമ്പഴം വന്നു. അപ്പോൾ അത് മാമ്പഴം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ മാത്സ് വർക്ക്ഷീറ്റ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ടോപ്പിക്ക് 2ലും ടോപ്പിക്ക് വെച്ചിട്ടുണ്ട്. ബേസിക് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് മാത്സ് വർക്ക്ഷീറ്റിൻ്റെ ടോപ്പിക്. മാമ്പഴം റെഡി ആയ ഉടനെ നമ്മൾ മാത്സ് വർക്ക്ഷീറ്റ് കൊടുക്കുക. അതിനകത്ത് ഗ്രേഡ് ക്ലാസ് പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യാം, മാറ്റി കൊടുത്താൽ ഗ്രേഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാമ്പഴം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മാമ്പഴം വളരെ ഇഷ്ടമാണ്. മാമ്പഴത്തെ പഴ ആളുടെ എന്നാണ് കിടക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ പഴ ആളുടെ മാറ്റിയിട്ട് പഴങ്ങളുടെ എന്ന് നമ്മൾ മംഗ്ലീഷ് കീബോർഡിൽ റീപ്ലേസ് പഴ ആളുടെ എന്ന് അടിച്ചിട്ട് പഴങ്ങളുടെ 2 കൊടുത്തിട്ട് പഴങ്ങളുടെ എന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് ഒരു മെത്തേഡ്. നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ള ആ അർത്ഥത്തിൽ വരുന്ന വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ചെയ്ത് തരും. റിമൂവ് പഴ ആളുടെ ആൻഡ് റീപ്ലേസ് പഴങ്ങളുടെ, അങ്ങനെ കൊടുത്താൽ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. മലയാളത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് നേരിടും, മലയാളം പോലുള്ള സാധനങ്ങൾ. മലയാളം നോട്ട്, മലയാളം വർക്ക്ഷീറ്റുകൾ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാധാരണഗതി ചെയ്യുന്നത് ഇങ്ങനെ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാൻവ പോലുള്ള സാധനത്തിൽ കൊണ്ടുപോയിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്യും. ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ക്യാൻവയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളതിനെ വയ്ക്കും. അതൊക്കെ നമ്മൾ നോക്കും, അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നോക്കും. മാമ്പഴം റെഡിയായി. ഇനി നമുക്ക് ഒരു മാത്സിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ചെയ്യാം. ക്രിയേറ്റ് എ കളർഫുൾ മാത്സ് വർക്ക്ഷീറ്റ് ഫോർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ്, UKG. അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെയാണ് വേണ്ടത്. അതും കൊടുക്കുകയാണേ. അതിപ്പോൾ അതാ റെഡിയായി വന്നു. ഇനി ഞാൻ ഇതിനിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ പോയി നമ്മൾ ഇനി ചോദിക്കുമോ, എനിക്ക് ഒരു വർക്ക്ഷീറ്റ് അയച്ചു തരുമോ, മലയാളം അയച്ചു തരുമോ, ഇംഗ്ലീഷ് അയച്ചു തരുമോ?
എന്നതൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും ചോദിക്കുമോ. നമ്മൾ അത്രത്തോളം അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ മാറുന്ന കാലത്തിന് നമ്മൾ അതിനോടൊപ്പം കാല് വെക്കുകയാണ്. നമുക്ക് അതുപോലെ അത്രയും ഇതിപ്പോൾ ചില ആളുകൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടങ്ങ് പോകും, സിനിമ കാണുന്ന പോലെ കണ്ട് പോകാറുണ്ട്. അങ്ങനെ പോയാൽ പഠിക്കാൻ പറ്റില്ല. പഠിക്കണമെങ്കിൽ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യണം. മറ്റ് സാധനങ്ങൾ പോലെയല്ല സാധാരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ അവധിക്കാല ക്ലാസ്സുകളൊക്കെ കാണുന്നത് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് പഴയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് വർക്ക്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം ടച്ച് വിടും. ഇതൊക്കെ ചെയ്ത വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ മാക്സിമം എടുത്ത് വെച്ച് വർക്ക് ചെയ്യുക. ഒരു ദിവസം ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ എങ്കിലും മിനിമം ആയിട്ട് ഓരോ ടൂളുകൾ പരീക്ഷിക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചാൽ കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറും. പിന്നെ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ആരുടെ അടുത്തും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. മാത്സ് വർക്ക്ഷീറ്റ് ഇതാ ഇരിക്കുകയാണ്. മാത്സ് വർക്ക്ഷീറ്റ് തയ്യാറായി കിട്ടി. ഇത് അഡിഷനും സബ്ട്രാക്ഷനും ഒക്കെയാണ് കൊടുത്തത്. അത് അതുപോലെ വന്നു. അത് മാറ്റിയിട്ട് ടോപ്പിക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് വരും. ക്ലാസ് UKG ഗ്രേഡ് 1 മാറ്റിയിട്ട് ക്ലാസ് 1, 2, 3, 4, 5, 6 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വർക്ക്ഷീറ്റും ടോപ്പിക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് കൊടുത്താൽ അതിനനുസരിച്ചുള്ള വർക്ക്ഷീറ്റ് കിട്ടും. പിന്നെ മലയാളം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മൾ ഓവർകം ചെയ്യും. കുറച്ച് പാടുണ്ട്. ഇതുപോലെ അത്ര എളുപ്പമല്ല. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ ഉത്തരം കിട്ടുക, നമ്മൾ സേവ് ചെയ്തിട്ട് പോവുക, അതൊക്കെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇത് കറക്ഷൻ ചെയ്യണത് ഇച്ചിരി പാടാണ്. ഓക്കെ, അതായി മാത്സ് വരെ. ഇനി നമുക്കൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഞാനിപ്പോൾ എടുത്തു വച്ചേക്കുന്ന ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ്റെ സംവിധാനമാണ്. ഇപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ പ്രോംപ്റ്റ് വേണം. ആദ്യത്തെ ഞാനൊരു വെറുതെ ഒരു പേര് അടിച്ചു കൊടുത്തു, AMLPS കടവന്ത്ര എന്ന് പറഞ്ഞ് വെറുതെ ഒരു പേര് അടിച്ചു കൊടുത്തു. 2ാം ക്ലാസ്സിൻ്റെയാണ്, ഇംഗ്ലീഷാണ്. ഇനി ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ ഇംഗ്ലീഷിൻ്റെ എന്ന് പറഞ്ഞല്ലോ, ഏത് ക്ലാസ്സിൻ്റെ വേണമെങ്കിലും കൊടുക്കാം. ഈ സ്റ്റാൻഡേർഡ് 2, 3 ഒക്കെ മാറ്റി കൊടുത്താൽ മതി. അതിനകത്ത് ഒരു സാധനം കൂടെ കൊടുക്കണം. എന്ത്? ടെക്സ്റ്റ് ബുക്ക് ഓർ ഹാൻഡ് ബുക്ക്, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇതിനകത്തുനിന്ന് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഒരു കൂടെ പറയാം, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം കാണാം. ഇപ്പോൾ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ അയച്ചു തരൂ, അയച്ചു തരൂ, അയച്ചു തരൂ. അല്ല സാറേ, ഈ പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിപ്പോ വേറൊരു ക്ലാസ്സിന്റെ കൊടുക്കാന്ന് വെച്ചാൽ അപ്പൊ അത് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കോ വേണ്ടേ? അക്കാദമിക് മാസ്റ്റർ പ്ലാനിലോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചാൽ മതിയോ? അല്ലെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം ടീച്ചർ, അതായിരുന്നു നല്ലത്. പിന്നെ അതിനകത്ത് ടീച്ചർ പറഞ്ഞതിന് വ്യത്യാസം ഈ ക്ലാസ് അങ്ങ് മാറ്റി കൊടുക്കുക. 2ാം ക്ലാസ് മാറ്റി 3, 4, 5 അങ്ങനെയൊക്കെ കൊടുക്കും. ഓക്കെ, ഒരെണ്ണം നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ടീച്ചർ സംശയം അങ്ങ് മാറും. ഇത് കോപ്പി എടുത്തിട്ട് പുതിയ പേജ് എടുക്കുക, ന്യൂ ചാറ്റ് എടുക്കുക, എന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കണം. ഇനി 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ആണല്ലോ, നമ്മുടെ കയ്യിൽ 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് തരും. നിലവിൽ 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഹാൻഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഹാൻഡ് ബുക്ക് ഓർ ടെക്സ്റ്റ്, അതുമായിട്ട് ബന്ധമുള്ള സാധനം. കോഴ്സ് നമ്മുടെ 5 ഡേ കോഴ്സ് ഡേ 1 ഇല്ല, എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലില്ല. ഞാനൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഗൂഗിൾ എടുത്ത് 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് അല്ലേ, ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുക്കാം. സമഗ്ര എടുത്ത് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 2 സെലക്ട് എന്ത് പറ്റി പെട്ടെന്നൊരു പ്രശ്നം? വേറെ കിടപ്പുണ്ട് കേട്ടോ, ഞാനത് എന്തോ പ്രശ്നം പറ്റി അതിനകത്ത്. നമുക്ക് സമയം കളയണ്ട. സ്റ്റാൻഡേർഡ് 2 മലയാളമാണിത്. ഹലോ 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 കേൾക്കാവോ? ഒന്ന് ക്ലിയർ ആവോ? ഒന്ന് നെറ്റ് റീകണക്റ്റ് ആയി. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാം. താങ്ക് യു.
നെറ്റ് റീഫ്രഷ് ആയി. കേൾക്കാം. എക്സ് അപ്പം നമ്മൾ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രോംപ്റ്റ് ആണ് നമ്മൾ കൊടുത്തത്. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ക്ലാസ് കൊടുക്കാനുള്ള ശ്രമമാണ്. ഇംഗ്ലീഷ് കൊടുത്തു. ഇംഗ്ലീഷിന്റെ ബട്ടർഫ്ലൈ ഡൗൺ സ്ക്രീൻ ഷെയർ ആവുന്നില്ല കേട്ടോ. ക്ലീൻ കിട്ടുന്നില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ഷെയർ ആവുന്നില്ല. സ്ക്രീൻ ഷെയർ ഇപ്പൊ ഷെയർ ആയി. നേരത്തെ കണക്ഷൻ കട്ടായപ്പോൾ ഇത് ഇംഗ്ലീഷിന്റെ ബുക്കാണ്. ഇംഗ്ലീഷിന്റെ ബുക്ക് ഞാൻ ഡൗൺലോഡ് കൊടുത്തു. നമ്മുടെ ഡെസ്ക്ടോപ്പിലിടാം. ഡെസ്ക്ടോപ്പിൽ BTSTക്കകത്ത് 5 ഡേ 1 ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എടുത്തിടാം. പാഠഭാഗം കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തരാൻ പറയാം. അങ്ങനെ ക്ലോസ് ചെയ്തു. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ChatGPT പ്ലസ് കൊടുത്തു. ആഡ് കൊടുത്തു. ഡേ 1 അതവിടെ അറ്റാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കൊടുത്തിട്ട് നമുക്കിവിടെ സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം. സൗണ്ട് കുറവുണ്ടോ? സാർ ഇപ്പൊ എന്താ ചെയ്തതെന്ന് ഒന്നും കൂടെ പറയാവോ? കാണിച്ചു തരാം. ഞാൻ ചെയ്തത് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടക്കുന്ന പ്രോംപ്റ്റിനെ കോപ്പി എടുത്തു. ഇപ്പൊ 2ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ പ്രോംപ്റ്റ് ആണ് കിടക്കുന്നത്. ഇതിനെ ഞാൻ ChatGPTക്കകത്ത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്തു. ക്ലിയർ ആയോ? ഇനി അടുത്ത ചെയ്തത് നമ്മുടെ ക്ലാസ് ടെക്സ്റ്റ് 2ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിനെ ഞാൻ സെലക്ട് ചെയ്തു, സെൻഡ് കൊടുത്തു. ഇനി എനിക്കൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാന് ഈ പാഠപുസ്തകം വെച്ചിട്ട് ഇവർ തയ്യാറാക്കി തരും. ഞാൻ അവിടെ സ്കൂളിൻ്റെ പേര് കൊടുത്തത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊക്കെ കൊടുക്കാം. ടീച്ചറിൻ്റെ പേര് വയ്ക്കാം. അപ്പൊ മാഷ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് ആയാലും ഹാൻഡ് ബുക്ക് ആയാലും ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു പാരഗ്രാഫ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും അല്ലെ? തീർച്ചയായും. സാറേ അപ്പൊ ആ ഫുൾ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് ഇപ്പൊ ഈ മാസ്റ്റർ പ്ലാൻ വരുന്നത്. യെസ്. വളരെ സിമ്പിളാണ്. പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് ചെയ്ത് കൈ കിട്ടും. ഇനി നമ്മൾ ഇതിനെ കോപ്പി ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് മാറ്റിയാൽ മതി. അതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഫുൾ അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി എടുക്കുക. അതിൻ്റെ കോപ്പി എടുക്കുക. മോട്ടോയും കൂടെ ചേർത്ത് ഇരിക്കട്ടെ. കോപ്പി എടുത്തു. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യണേ? ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിളിൻ്റെ ഡോക്സ് ഒരുപാട് അധ്യാപകർ ചെയ്യുന്നുണ്ട്. പുതിയതല്ല, പഴയ സാധനം തന്നെ. ഗൂഗിൾ ഡോക്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ആയി വരും. ഈ കാണുന്നതാണ് നമ്മൾ ഇമെയിൽ ഉണ്ടല്ലോ, അതിൽ ഇമെയിൽ ID ഉണ്ട്. അതിൽ ഏതുകൊണ്ട് ഡയറക്റ്റായിട്ട് കയറിപ്പോയിക്കോളും. ഒരു പേടിക്കണ്ട. നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നവർ ഫോണിൽ എന്ത് ചെയ്യണം? ഗൂഗിൾ ഡോക്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് ആ ഡോക്സിനകത്ത് നമുക്ക് കാര്യം ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കയറാൻ പറ്റും. കഴിഞ്ഞല്ലോ. ഇനി അവിടെ കോപ്പി ചെയ്ത് ഇനി എടുത്ത സാധനത്തിന് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, പണിയായി. ഇത്രേ ഉള്ളൂ. ഇതിനാണ് നാട് നീളെ ഇങ്ങനെ കിടന്ന് എനിക്ക് അത് അയച്ചു തരൂ, ഇത് അയച്ചു തരൂ, മറ്റത് അയച്ചു തരൂ, മറിച്ചത് അയച്ചു തരൂ. അപ്പൊ ഇതിന്റെ പ്രിന്റ് എടുത്താൽ മതിയാവില്ല? വേണമെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഓപ്ഷൻ കൊടുത്താൽ മതിയാവില്ലേ? നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്തല്ലോ. ഇനി അതിനകത്ത് എഡിറ്റ് ഒക്കെ ചെയ്യണം. ആവശ്യമുള്ള എഡിറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി നമ്മുടെ പേരൊക്കെ എടുത്ത് വെച്ച് ഇവിടെയും കൊടുക്കാം, അവിടെയും കൊടുക്കാം, ChatGPTയിലും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഇതിനെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ആദ്യം കാണുന്ന ലൈൻ ഇങ്ങോട്ട് വരും. ഇത് വേണമെങ്കിൽ മാറ്റം വരുത്താം. ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് മൈക്രോസോഫ്റ്റ് വേഡ്, PDF, ഓഡിറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്ത് PDF ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കാം.
ഡോക്യുമെൻ്റ് ആയിട്ടാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇതുപോലെ വിൻഡോസിലെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവർക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ക് എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഓഡിറ്റി എന്ന് പറഞ്ഞാൽ ഉബുണ്ടുവിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ ഓഡിറ്റി ആണ്. ഈ മൂന്നെണ്ണമാണ് ആവശ്യം പറഞ്ഞത്. അങ്ങോട്ടുള്ള ഒന്നും നോക്കണ്ട, ഈ മൂന്നെണ്ണം മതി. ഇപ്പോൾ PDF കൊടുക്കുമ്പോൾ നമുക്ക് മുകളിൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാ ഡൗൺലോഡായി. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞു. പക്ഷേ ഇത്രയേ ഈ ഉള്ളൂ. മാസ്റ്റർ പ്ലാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞു തരുമോ? തീർച്ചയായും 1, 2, 3 എത്ര പ്രാവശ്യം വേണം പറയാം. നമ്മൾ എന്താ ചെയ്തേ? ആദ്യം ന്യൂ ചാറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ സാധനം എൻ്റെ പ്രോംപ്റ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ കിടക്കുകയല്ലേ, അതിൻ്റെ കോപ്പി എടുക്കുക. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഇതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? പേസ്റ്റ് ചെയ്തതിലൊന്നും പ്രശ്നമില്ല. നമ്മുടെ PDF എഴുതി കിടപ്പുണ്ട്. അതിനെ ഞാൻ എൻ്റെ ക്ലാസ് റൂമിലും കൂടെ ഇട്ട് തരാം. 2ാം ക്ലാസ്സിൻ്റെ PDF. ഡോക്യുമെന്റ് നമ്മുടെ ക്ലാസ് റൂമിനകത്തും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ക്ലാസ് റൂമിനെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തും കൂടെ ഒരെണ്ണം ആഡ് ചെയ്തിട്ട് തരും. എഡിറ്റ് അപ്ലോഡ് കൊടുത്തിട്ട് ബ്രൗസ് കൊടുത്ത് ഉം. 18 MB ആണ്. 18 MB. സേവ്. എന്താ ചെയ്തേ? ഇത് രണ്ടും ചെയ്തു. ഒരിക്കൽ കൂടെ പറയാണ്, മാസ്റ്റർ പ്ലാന് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഇത്രയും കോപ്പി എടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, ടെക്സ്റ്റ് എടുത്തു, ടെക്സ്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചു. കണ്ടല്ലോ, കേരള ഇംഗ്ലീഷ് റീഡർ പ്രോംപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യണം? സെൻഡ് പ്രോംപ്റ്റ്. എന്ത് എളുപ്പം! സ്വിച്ച് ഇട്ടു, ലൈറ്റ് കത്തി. അത്രയ്ക്ക് എളുപ്പം. ഇപ്പം മറ്റൊരെണ്ണമാണ്, നേരത്തെ പോലെയല്ല, വേറൊരെണ്ണമാണ് തയ്യാറായി വന്നത്. സാറേ, ആദ്യം പ്രോംപ്റ്റ് നമ്മൾ ചെയ്യല്ലേ വേണ്ട? എനിക്ക് ക്ലിയർ അതെ, ആകുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. കുഴപ്പമില്ല, ടീച്ചർ ചോദിക്കും. നമുക്ക് ആദ്യം പ്രോംപ്റ്റിനെ നമ്മൾ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, ടീച്ചറിന്റെ കസ്റ്റഡിയിലുണ്ട് അത് പ്രോംപ്റ്റ്. അതിനെ കോപ്പി എടുക്കുക. അതാ ആ കോപ്പി ചെയ്തു പ്രോംപ്റ്റിന്റെ പേസ്റ്റ് ചെയ്തു. താഴെ അതിനത്രയും കോപ്പി ചെയ്യുക, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് കൊടുക്കുക. ആഡ് ഇവിടെ ക്യാമറ, ഫോട്ടോസ്, ഫയൽസ്, ക്രിയേറ്റിംഗ് ഇമേജ്. അതന്നെ ഫോട്ടോസ് ആൻഡ് ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് അതെടുത്തു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, വാട്സപ്പിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂമിന് താഴെ ഇതിൽ ഓക്കെ. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡായി വരും. ആ ഡൗൺലോഡ് ആയതായിരിക്കും നമ്മൾ ആദ്യം വരണം. അറ്റാച്ച് ചെയ്യാൻ ചോദിക്കുമ്പോൾ ആദ്യം വരണം ഡൗൺലോഡായി കിടക്കുന്ന ഫയലായിരിക്കും. വാട്സപ്പിൽ മീഡിയ ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് വാട്സപ്പിൽ സേവ് ആവില്ല. നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താൽ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് റൂം ഇവിടെ ഇട്ട് ഒരു ഞെക്ക് കൊടുത്താൽ ഇത് ഡൗൺലോഡ് ആവും. കൊടുത്തു. ഇപ്പം നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് വരും. ഇനി നിങ്ങൾ ഈ ChatGPT എടുത്ത് പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് കൊടുക്കുക. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണം സാർ. അതെ, നമ്മൾ ഈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്.
അത് നമ്മൾ ഇതുപോലത്തെ സാധാ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഗൂഗിളിൽ നിന്ന് ആ നമ്മുടെ ആ ഫോണിലെ ഫയൽസിൽ ചെയ്യുക അല്ലേ? അതെ അതെ. ഓക്കെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഫോണിലോട്ട് സേവ് ചെയ്തേ? ഇതെല്ലാത്തിനും ഇനി നമ്മൾ ഗൂഗിൾ ഡോക്സ് ആയിരിക്കും ആശ്രയിക്കുക കേട്ടോ. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോഴൊക്കെ നമ്മൾ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചായിരിക്കും ചെയ്യാം. പ്ലസ് ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ അടിക്കുക, അതിനകത്ത് ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡോക്സ്. ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള ഫയലാണെങ്കിലോ സാറേ? ഓൾറെഡി ഫോണിലുള്ള ഫയലിനെ എന്ത് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് കൊടുക്കാന്, കൊണ്ടുവരാനായിട്ട് പേസ്റ്റ് ചെയ്യാന്. അത് എളുപ്പമല്ലേ? ആ ഈ ആഡ് ഫയൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കും. സാധാരണഗതി ഇതൊക്കെ ഡൗൺലോഡിൽ കിടക്കാനാണ് സാധ്യത. അപ്പോൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും അവസാനം ചെയ്ത അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഡൗൺലോഡ് അവിടെ വന്ന് നടക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ഓപ്പണായി വരും. മനസ്സിലായോ ടീച്ചർ? ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കണം സാറേ. തീർച്ചയായും. ഇത് മാഷ് ചെയ്ത പോലെ ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതിപ്പം നമ്മൾ ചെയ്ത് വരുമ്പോഴേ ശരിയാവുള്ളൂ ടീച്ചർ. നമ്മൾ എല്ലാ ഫസ്റ്റ് ട്രയലിൽ തന്നെ എല്ലാം ശരിയാവണമെന്നൊന്നും പറയരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കയ്യിൽ വീഡിയോ ആണ് തരണം. ഈ ഇപ്പം ഞാൻ സംസാരിക്കുന്ന അടക്കം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എത്ര തവണ? ഒരാഴ്ച ഫുൾ 5 ദിവസം സമയമുണ്ട്. വൈകുന്നേരം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വന്നിരുന്ന് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ടിരിക്കുക. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം എങ്ങനെയാണ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ചെയ്തേ. ആദ്യം ഞാൻ ഇതിൻ്റെ കോപ്പി എടുത്തു. എന്നിട്ട് ചാറ്റ് GPT വന്നു. പുതിയ ഫ്രഷ് ആയിട്ടൊരു പേജ് എടുത്തു. അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് സ്കൂളിൻ്റെ പേര് വേറെ ആവശ്യമുള്ള രീതിയിൽ AVHS LP ചുമ്മാ ഒരു പേര് കൊടുത്തു. സ്റ്റാൻഡേർഡ് 2, സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എല്ലാം ഓക്കെയാണ്. സ്പീക്കിംഗ് സ്കില്ല്, റീഡിങ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല് എല്ലാം ഒക്കെ കിട്ടും. ഓക്കെ. എന്നിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ PDF കിടക്കുന്ന ഫോൾഡറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതാ വന്നു. അപ്ലോഡായി ഇതാ വരുന്നു. അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ മനസ്സിലാവും? പിന്നെ അത് അനങ്ങൂല. ഇവിടെ ലോഡിംഗ് ഒന്നും കാണിക്കൂല. ക്ലിയർ ആണ്. ഇത് അപ്ലോഡിങ് നടക്കേണ്ടാണ്. ഒരു ബ്ലൂ റൗണ്ട് കിടന്ന് കറങ്ങണം. മുഴുവന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കൊടുക്കാവൂ. എങ്കിലേ കറക്റ്റ് റിസൾട്ട് കിട്ടൂ. നമ്മൾ ഈ വെപ്രാളത്തിൽ ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ട് എടുത്ത് പേസ്റ്റ് ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് കുത്തും. അപ്പം വരില്ല. ക്ഷമ ആണ് ഇതിൻ്റെ ഒരു പ്രധാനം. യെസ്, കഴിഞ്ഞു, തീർന്നു. ഇപ്പോഴാണ് അത് ഓക്കെ. ഇങ്ങനെ ചെയ്താലേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ആ ടെക്സ്റ്റിനകത്തുള്ള അല്ലെങ്കിൽ അത് അതിൻ്റെ ഈ കൊടുത്ത പ്രോംപ്റ്റ് ഇല്ലേ, ഇതിനകത്തുള്ള സാധനമാണ് തയ്യാറാക്കി തരിക. ടെക്സ്റ്റും കൂടെ കിട്ടുമ്പോൾ അവനെ കൂടെ വെച്ച് ആ സാധനങ്ങൾ അംബ്രല്ലയൊക്കെ ആ ടെക്സ്റ്റിൽ നിന്ന് എടുത്താണ്. ഒരു തരത്തിലും ഒരു ടെൻഷനും വേണ്ട. നമ്മളിനി അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് തീരണം. അതിനിപ്പോൾ പ്രോജക്റ്റോട് കൂടിയാണ് നമ്മൾ തീർക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇനിയും വീണ്ടും റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഇനിയും വരും. ഇത് എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ കിട്ടിയ സാധനത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ എങ്ങനെയാണെന്ന് നോക്കുക. മാർച്ച് വരെയുള്ള സാധനം എന്താ? ജൂണിൽ ക്ലാസ് റൂം ഇംഗ്ലീഷ് ഗ്രീറ്റിംഗ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് അടക്കം മാർച്ച് വരെ. ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, റീഡിങ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ്, ക്രിയേറ്റീവ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ഞാൻ നിങ്ങളുടെ കൺമുന്നിലാണ് ചെയ്തത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തോ? ഞാൻ പ്രോംപ്റ്റിനെ എടുത്ത് കോപ്പി ചെയ്ത് PDF എടുത്ത് അറ്റാച്ച്, എന്നിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കണം. എൻ്റെ അതേ റിസൾട്ട് നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ ചെയ്ത് കാണൂല, വെയിറ്റ് ചെയ്ത് കാണൂല.
മറ്റേതിനെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഫോൾഡർ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് വന്നാൽ നേരെ കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഇതും കൂടെ ചെയ്താലേ കിട്ടുള്ളൂ. 62 പേരുണ്ട്. നമുക്ക് നോക്കാം, അടുത്തതിലോട്ട് കിടക്കാം. ഇനി ഒരു ടീച്ചിങ് മാനുവലും കൂടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് സെക്ഷനാണ്. സർ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ആ ആ നമ്മൾ ചാറ്റ് ജിപിടിയിൽ നിന്നും ഗൂഗിൾ ഡോക്സിലേക്ക് മാറ്റുമ്പോൾ ഉം. ഈ ഇതിനകത്തുള്ള ആ ടേബിൾസ് ഒന്നും അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ആ ഒരു കോപ്പി ചെയ്ത കാര്യങ്ങൾ ഒരു ഭംഗിയില്ലാതെയല്ലേ വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചാറ്റ് ജിപിടിയിൽ നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഡോക്സിലേക്ക് മാറ്റുമ്പോൾ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും വേറെ സെലക്ട് ചെയ്യാനുണ്ടോ? നോക്കട്ടെ. ശരി, ഇത് ജെമിനിയിലായിരുന്നെങ്കിൽ അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു. ജെമിനിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജെമിനിയിൽ ഇതിലിപ്പം വേറെ ഒന്നുമില്ല. ഈ കോപ്പി റെസ്പോൺസ് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ജെമിനിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ടീച്ചറിന് ആ ഫോർമാറ്റിൽ കിട്ടും. ജെമിനിയിലൊരു ഓപ്ഷൻ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിനകത്ത് ചെയ്യാം. നമുക്കൊന്ന് ട്രൈ ഇതുപോലെ ചെയ്ത് നോക്കാം. ആ ജെമിനിയിൽ അതെ ചെയ്യാൻ അതെ പറ്റുമോ? അതെ 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 ജെമിനിയിൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഗൂഗിൾ ഡോക്സിലോട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ജെമിനിയിൽ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് കൊടുത്തു, ഓക്കെ അറ്റാച്ച് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസ് കൊടുത്തു, റീഡർ കൊടുത്തു, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞാലേ ആ ബട്ടൺ എനേബിൾ ആവും. അതങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ അപ്ലോഡിങ് കഴിഞ്ഞാലേ ഇത് എനേബിൾ ആവും. മലയാളം ബെറ്റർ ജെമിനിയാണ് ചാറ്റ് ജിപിടിയേക്കാൾ. ഇതിൽ ചെയ്ത എല്ലാ സാധനവും ഇതിനകത്ത് ചെയ്യാം. വന്നോട്ടെ. എന്താണ് 3 മെസ്സേജ് എനിക്ക് അയച്ചു തരിക്കുന്നു? എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തിൽ ആണ് ചെയ്യുന്നത്? മനസ്സിലായില്ല എങ്കിൽ എന്താ വഴി? നമുക്ക് വീഡിയോ ഉണ്ട് ടീച്ചറെ, സജിനി ടീച്ചറെ. വീഡിയോ ഉണ്ട്. വീഡിയോ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ ഈ നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ ഇതുവരെയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡ് മാഷെ നോക്കി. ഈ ഗൂഗിൾ ഡോക്സിൽ നമ്മള് ഈ ഫോണിൽ തന്നെ ഗൂഗിൾ ഡോക്സിലേക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്തിടാൻ പറ്റുമോ? പക്ഷെ പറ്റുന്നില്ല, എനിക്ക് അതാണ് ചോദിച്ചത്. എന്ത് ടീച്ചർ? ഗൂഗിൾ ഡോക്സിലേക്ക് ഇത് പേസ്റ്റ് ചെയ്തിടാൻ ഫോണിൽ തന്നെ പറ്റുമോ? ആ, ഫോണും ചെയ്യാം. ഫോണിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഞെക്കി വെക്കുമ്പോഴത്തേക്ക് സെലക്ഷൻ ബട്ടൺ വരൂലേ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയൊക്കെ അല്ല ഉള്ള അതിനെ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ച് ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ട് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആക്കി അതിനകത്ത് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ഡോക്സ് എടുത്താൽ മതിയാവോ? അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് ആ തന്നെ നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം? ആ ആ ആ ഗൂഗിൾ ഡോക്സ് എടുത്താൽ. ഗൂഗിൾ ഡോക്സ് ഗൂഗിളിൽ നിന്ന് എടുത്താൽ മതിയാവും അല്ലേ? ഓ ഓ ഓ വേണമെങ്കിൽ അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം. ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ആവശ്യം വരും. ആ അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഒരു വളരെ കുഞ്ഞാണ്. PDF ഈസ് റെഡി. PDF ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. PDF ആയിട്ട് ഞാൻ പറയാതെ, ഞാൻ ഉദ്ദേശിച്ച ടെക്സ്റ്റാണ്, പക്ഷെ സാധനം നല്ല അടിപൊളി PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ ഹാപ്പിയാണോ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. എന്ത് ചെയ്യും ഇനി സർ PDF ഇതിന്റെ ആയിട്ട്? എനിക്ക് റെക്കോർഡ് ഞാൻ ക്ലാസ് പ്രതീക്ഷിച്ചത്, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പ്രതീക്ഷിച്ച ടെക്സ്റ്റ് ആക്കി തരുമെന്നാണ്. എനിക്ക് PDF കിട്ടിയില്ലെങ്കിൽ ക്രിയേറ്റ് മീ PDF ഫയൽ, ക്രിയേറ്റ് മീ ആസ് PDF ഫയൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ അതിവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. ഇതിനൊരു PDF ഫയലാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. തരൂല്ലേ? ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ ചുമ്മാ പറയുമില്ല, ചെയ്ത് കാണിച്ചില്ല. PDF സാറേ ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവൂലേ? തീർച്ചയായും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി.
ടീച്ചർ പറയുന്ന അടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് മീ PDF ഫയൽ അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി 2 പരിപാടിയും കൂടെ ഉണ്ട്. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം, മലയാളം ഇംഗ്ലീഷ് വെർഷൻ. അത് ഈ സെയിം പരിപാടി തന്നെ കേട്ടോ. ആദ്യം ലെസൺ പ്ലാൻ എങ്ങനെ തയ്യാറാക്കും, അതിൻ്റെ പ്രോംപ്റ്റ് എടുക്കുക. ഇതേപോലെ തന്നെ അടക്കം ഒരു സിമ്പിൾ പ്രോംപ്റ്റ്. ന്യൂ ചാറ്റ് എടുക്കുക. അയ്യോ ഇവിടെ ഒരു ജോലി നടക്കുകയായിരുന്നില്ലേ. ഞാൻ ഒരു വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തോടെ അടുത്ത് കൊടുത്തേ, പക്ഷെ അവിടെ വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ. ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലാൻ ഡൗൺലോഡഡ്. എങ്കിലും എങ്ങനെ ഞാൻ തിരിച്ചെടുത്തേ, ഞാൻ ഒരു പ്രോസസ്സ് കൊടുത്തിരിക്കുകയായിരുന്നു, അതിനിടയിൽ ഓർക്കാതെ ന്യൂ ചാറ്റ് കൊടുത്തു. എന്നാലും പണി തീർന്നില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവസാനം ഇവിടെ കണ്ടോ, ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലാൻ 2 സ്റ്റാൻഡേർഡ് 2. അതിൻ്റെ അവസാനം എനിക്ക് തോന്നുന്നു ഡൗൺലോഡായി വന്നു എന്നാണ് തോന്നുന്നത്. ഇതാണ് ആ ഫയൽ. ഇടയ്ക്ക് ഒരു ടീച്ചർ ഡൗട്ട് ചോദിച്ചില്ലേ, ഇനി അത് എങ്ങനെയാണ് വന്ന് PDF ആയിട്ട് കിട്ടി. ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. യെസ്, ടീച്ചർ ഹാപ്പി ആയി എന്ന് വിശ്വസിക്കുന്നു. കുട്ടി മിണ്ടുന്നില്ല. ന്യൂ ചാറ്റ് എടുത്തു. ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് അത് ചെയ്യുമ്പോ എളുപ്പമാണ്. അങ്ങനെ വരുന്നത്. പക്ഷേ അത് തോന്നണേ ടീച്ചർ, നിങ്ങൾ കണ്ണിന് മുന്നിലല്ലേ ഞാൻ ഒരു മാജിക്കും ചെയ്യണില്ല, ഒരു മാജിക്കും ചെയ്തില്ല. നിങ്ങൾ ആ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. വളരെ സിമ്പിളാണ്. പ്രോംപ്റ്റ് എടുത്ത് കോപ്പി ചെയ്തു, PDF അറ്റാച്ച് ചെയ്തു, എന്നിട്ട് ആ ബട്ടണിൽ പ്രസ് ചെയ്തു. ഇത് ആർക്കും ചെയ്തുകൂടാ, എല്ലാവർക്കും ചെയ്യാം. നമ്മൾ ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ ഒരല്പം ശ്രദ്ധിച്ചാൽ മതി, ശരിയാവും. നമുക്ക് ടീച്ചിങ് മാനുവലും കൂടെ നോക്കാം. ഈ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്താൽ ഇതിനകത്ത് എന്താ പറയണമെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ടീച്ചിങ് മാനുവൽ, ഇതൊരു കോമൺ ടീച്ചിങ് മാനുവലാണ്. ഏത് വിഷയത്തിനും, ഇംഗ്ലീഷിലുള്ള ഏത് വിഷയത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് മാനുവലാണ്. ക്രിയേറ്റ് എ യൂണിക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്ഡ് PDF. യൂസ് എ ക്ലിയർ ടീച്ചർ ലൈക്ക് ടോൺ, സിമ്പിൾ സ്ട്രക്ചർ ആൻഡ് ഇൻക്ലൂഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ്. മേക്ക് ഇറ്റ് പ്രിന്റബിൾ ആൻഡ് വിഷ്വലി ക്ലീൻ. എന്തൊക്കെയാ പറഞ്ഞ, ഒന്ന് യൂണീക്ക് ആയിരിക്കണം, പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ അറ്റാച്ച് PDF. അതായത് നമ്മളൊരു PDF അങ്ങോട്ട് കൊടുക്കും, ഒരു ടീച്ചിങ് മാനുവൽ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനെ പോലെ അതിന് ടീച്ചർ ലൈക്ക് ടോൺ ഉണ്ടാവണം, സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കണം, ഇൻക്ലൂഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം, മേക്ക് ഇറ്റ് പ്രിന്റബിൾ ആൻഡ് വിഷ്വലി ക്ലീൻ. അപ്പോൾ ആ അറ്റാച്ച് ചെയ്യേണ്ട സാധനം നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് നോക്കണം. അറ്റാച്ച് ചെയ്യേണ്ട സാധനം ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് 2 ഇതല്ല, സ്റ്റാൻഡേർഡ് 3 ആണ്. സ്റ്റാൻഡേർഡ് 3 ടീച്ചിങ് മാനുവൽ കിടപ്പുണ്ട്. ഇതിനെ ഞാൻ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലൊന്ന് ഇട്ട് തരാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാം. എഡിറ്റ് കൊടുത്തിട്ട് പ്ലസ് ബട്ടൺ അപ്ലോഡ് കൊടുത്തിട്ട് ബ്രൗസ് കൊടുത്തിട്ട് കോഴ്സസ് ചിലപ്പോൾ 2 തവണ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇപ്പോൾ എത്തും. സേവ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാം. ആദ്യത്തേത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണ്, രണ്ടാമത്തത് നമ്മുടെ ടീച്ചിങ് മാനുവലാണ്. അപ്പോൾ ചെയ്തോളൂ എന്നോടൊപ്പം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് കൊടുത്ത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ടൈം തന്നെ നോക്കിയാൽ അതൊരു കണ്ട, ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് തീർന്നിട്ടില്ല, അതിൽ കറങ്ങുന്ന കണ്ട, അത് തീരണത് വരെ വെയിറ്റ് ചെയ്യണം. ഇതാരാണ് ചാറ്റ് ചെയ്ത്? ടീച്ചിങ് മാനുവൽ എവിടെ നിന്നാണ് എടുത്തേ? ടീച്ചിങ് മാനുവൽ നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. ക്ലാസ് റൂം സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടും, ഇപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡേ 1 കിടപ്പുണ്ട് ടീച്ചിങ് മാനുവൽ. ഡേ 1 ടീച്ചിങ് മാനുവൽ കിടപ്പുണ്ട്. അതിനെ എടുക്കുക. ഇനി കൊടുക്കട്ടെ, സെൻഡ് പ്രോംപ്റ്റ് മാത്രം കൊടുക്കാം. അത്രേ ഉള്ളൂ, സെൻഡ് പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്രോംപ്റ്റ് ഞാൻ വായിച്ച പ്രോംപ്റ്റും ഉണ്ട്,
എൻ്റെ ടീച്ചിങ് മാനുവൽ സാമ്പിളുണ്ട്. ടീച്ചിങ് മാനുവൽ നിങ്ങൾ കണ്ടില്ലല്ലോ, അതൊന്ന് കണ്ടു നോക്കും. അതവിടെ പണി നടക്കട്ടെ, ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് ടീച്ചിങ് മാനുവൽ ഒന്ന് കണ്ടിട്ട് വരാം. ഹാർമണി ആണെന്ന് തോന്നുന്നു യൂണിറ്റ്. യെസ്, ഇൻ ഹാർമണി. അപ്പോൾ ആ യൂണിറ്റിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ടീച്ചിങ് മാനുവൽ ആരോ തയ്യാറാക്കി. ജോസ്നി ജോർജ് ടീച്ചറാണ്, ആര്യങ്കാവ് സ്കൂളിൽ. അപ്പോൾ ആ ടീച്ചർ തയ്യാറാക്കിയ സാധനം നമ്മൾ അതിനേക്കാൾ മികച്ച ഒരു ടീച്ചിങ് മാനുവലാക്കി നമ്മളിപ്പോൾ മാറ്റും. ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ ടെൻഷനുകളിൽ നിന്നൊക്കെയാണ് ഈ നോട്ടുകളും ടീച്ചിങ് മാനുവലും ഇങ്ങനെയുള്ള സംഭവം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി ഞാൻ ഡയലോഗ് അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്, അത് അധികം വന്നില്ല, ഞാൻ ഉദ്ദേശിച്ച രീതി വന്നില്ല കേട്ടോ. ഇത് ഒരു ഫെയിലുറാണ്, എനിക്ക് ഇങ്ങനെ അല്ല കിട്ടേണ്ട. അതായത് ജസ്റ്റ് ആ പ്രോംപ്റ്റിനെ ഇങ്ങനെ സിമ്പിൾ ഇങ്ങനെ ആക്കി തന്നു. സാധാരണഗതി ഇങ്ങനെയല്ല, ഫുൾ ടീച്ചിങ് മാനുവൽ എനിക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഓരോ സാധനം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഐ നീഡ് ഫുൾ ടീച്ചിങ് മാനുവൽ എന്ന് കൊടുക്കാൻ. ഐ നീഡ് ഫുൾ ടീച്ചിങ് മാനുവൽ. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചില സമയങ്ങളിൽ കൊടുത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് വരണേന്ന് നോക്കൂ. ഇൻഡെക്സ് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് കിടക്കണം, 17 എണ്ണം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടേ. ഈ മിഷൻ, ഈ ChatGPT-യിൽ ഈ അടുത്ത കാലത്ത് വന്ന അപ്ഡേറ്റ് ആണ്. സാധാരണഗതിയിൽ ഞാൻ ഫസ്റ്റ് ബാച്ച് 1 കൊടുത്തപ്പോൾ ഇത്രയും നല്ലതൊന്നും അല്ല വന്നു. ഇപ്പോൾ ഓരോ ദിവസവും AI-യിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് ഹാങ് ആയി. നമ്മുടെ കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ? ടീച്ചേഴ്സ് 57 പേരുണ്ട്. കണക്ഷൻ ഓക്കെ ആണോ? ഒന്ന് ചാറ്റിൽ പറയാമോ? എൻ്റെ ശബ്ദം ഓക്കെ ആണോ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇടയ്ക്കൊന്ന് ഹാങ് ആയപ്പോൾ ഞാൻ വിചാരിച്ച് കണക്ഷൻ കട്ടായത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് പ്രോസസ്സ് നടക്കുകയാണ്, വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യണ്ട. അത്യാവശ്യം വലിയ ഒരു സാധനമാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം പിടിച്ചത്. I have created full child-friendly teaching manual, Standard 3 English, Unit 3 in Harmony based on the uploaded PDF. ആ PDF അപ്ലോഡ് ചെയ്തതിന് ടീച്ചർ ടിപ്സ് ഉണ്ട്, റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, റെമഡിയൽ സപ്പോർട്ട്, അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ്, വൊക്കാബുലറി സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പല ടീച്ചിങ് മാനുവലുകൾ ഉണ്ടാവും, അതൊക്കെ എടുത്തു വെച്ച് ചെയ്തു നോക്കുക. ഇനി ഒരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും യെസ് പറയും. ചില ടീച്ചിങ് ആക്ടിവിറ്റീസിൽ എൻട്രി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്പെസിമെൻ ഉണ്ടാവും. അത് ഇതിൽ കാണുന്നില്ലല്ലോ, ഈ 17 ഐറ്റത്തില് വരുന്നില്ല. എൻട്രി ആക്ടിവിറ്റി. നമുക്ക് കൊടുക്കാം. ആഡ് എൻട്രി ആക്ടിവിറ്റി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്യും. നമുക്കില്ലാത്ത സാധനം ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യേണ്ട സാധനം റിമൂവ് കൊടുക്കണം. ഓക്കെ, ഇതല്ല നിങ്ങൾ ഫൈനലായിട്ട് ചെയ്യാൻ പോണം. ഇത് നമ്മളിന്ന് ജസ്റ്റ് ഒരു ചെറിയ സ്പാർക്കിൽ കാണുന്ന സാധനമേ ഉള്ളൂ. നമ്മൾ ഫൈനൽ ഇതിനേക്കാളും നല്ല ടീച്ചിങ് മാനുവൽ
നമുക്ക് ആ ടീച്ചിങ് മാനുവൽ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് ക്ലാസ് റൂമിൽ ചെയ്യാമല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത് മോശമല്ല, ഇതും അത്യാവശ്യം നല്ലതുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ഈ ടീച്ചർ പറഞ്ഞ എൻട്രി ആക്ടിവിറ്റി തന്നോന്ന്. ഇപ്പൊ എല്ലാവരും പോലെ അല്ലേ ഇരിക്കണേ എൻട്രി. തുടക്കത്തിൽ നോക്കാം എൻട്രി ആക്ടിവിറ്റി വന്നോ. ആക്ടിവിറ്റി 3 വാമപ്പ് ഗെയിമാണ് കൊടുത്തിരിക്കുന്നത്. ആ വേർഡ് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരു വാമപ്പ് ഗെയിം കൊടുത്തിട്ടുണ്ട്. എൻട്രി ആക്ടിവിറ്റി ഇതാ ഇപ്പം ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ട് വന്നതാണേ. സർക്കിൾ ഓഫ് കൈൻഡ്നസ്, ഹാപ്പി ഹാപ്പി, ക്രിയേറ്റ് മീ PDF ഫോർമാറ്റ്. ഒരു PDF ഫോർമാറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് കൊടുത്തു വേണം. ഇനി നമുക്ക് അതവിടെ ക്രിയേറ്റ് ആയിക്കോട്ടെ. ഞാൻ മലയാളം കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമുക്കൊരു മലയാളം വേണമല്ലോ, മലയാളം വിട്ടുള്ള കളിയൊന്നുമില്ല. മലയാളം കോപ്പി ചെയ്യാം. മലയാളത്തിനകത്ത് പറയുന്ന അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുകയും ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യുക. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാൻ അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ളതുമായ രൂപത്തിൽ ഒരുക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രോംപ്റ്റ് ആണ്. കോപ്പി എടുത്തു. മലയാളം നമുക്ക് ജെമിനി ഉപയോഗിക്കാം. ജെമിനി അല്ലേ മലയാളത്തിൽ വിദഗ്ധൻ. പേസ്റ്റ് പ്ലസ് കൊടുത്ത് അപ്ലോഡ് ഫയൽസ് കൊടുത്തു. ഇത് 2ാം ക്ലാസ്സിൻ്റെ നന്നായി ഉണ്ണാം എന്നുള്ളതാണ്. അതിവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തു. അത് നടക്കട്ടെ. ഇനി നിങ്ങളുടെ നമ്മുടെ ക്ലാസ് റൂമിനകത്തൊന്ന് ആഡ് ചെയ്തിടാറുണ്ട്. നന്നായി ഉണ്ണാം. ഇപ്പൊ മാഷ ഈ മലയാളത്തിന്റെ ഇപ്പൊ ആഡ് ആക്കിയത് ടെക്സ്റ്റ് ബുക്കിന്റെ PDF ആണോ അല്ലെങ്കിൽ അല്ല ടീച്ചിങ് മാനുവൽ ഹാൻഡ് മാത്രം. ഹാൻഡ് ബുക്കും അല്ല, ടീച്ചിങ് മാനുവൽ മാത്രം. കാണിച്ചു തരാം. ഒരു ടീച്ചിങ് മാനുവൽ എൻ്റെ കയ്യിലുണ്ട്, അതിനെയാണ് ഞാൻ എടുത്ത് ചെയ്തത്. അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നന്നായി ഉണ്ണാം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, ആ ടീച്ചിങ് മാനുവലാണ് നമ്മുടെ നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ആഡ് ചെയ്തിട്ടേക്കുന്നത്. അത് അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം 1 കളിയിലൂടെ തുടങ്ങാം. ഹാൻഡ് ബുക്ക് മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യമായ യൂണിറ്റ് മാത്രം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറ്റും ടീച്ചർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇത് ഒരു ടീച്ചിങ് മാനുവലിൻ്റെ സാമ്പിൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ടീച്ചിങ് മാനുവലായിരിക്കും തയ്യാറാക്കുന്നത്. ആ സമയത്ത് ടീച്ചർ ഹാൻഡ് ബുക്ക് അപ്ലോഡ് ചെയ്യും, ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോഡ് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു AI ടൂളാണ്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ ചെയ്യുക. അധികം താമസമില്ല. എനിക്ക് തോന്നുന്നു 3ാമത്തെ Day 3 നമ്മളിത് കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. Day 3 അല്ലെങ്കിൽ Day 4. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാകാൻ വേണ്ടി എങ്ങനെയാണ് ഒരു AI ഇതൊക്കെ ഈ ഡൗൺലോഡ് ചെയ്ത ഇതൊക്കെ ഈ PDF ഉണ്ടാവില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഹാൻഡ് ബുക്ക്, ഇത് മൈ ഫയൽസ് അല്ലേ ഉണ്ടാവുക, അവിടെ നല്ല എടുക്കേണ്ടി വരുവാ പൊതുവെ? ടീച്ചറിന്റെ ഫോണിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത മൈ ഫയൽസ് ആയിരിക്കാം. മറ്റൊരാളുടെ ഫോണിൽ ചിലപ്പോൾ ഡൗൺലോഡ് ഫോൾഡറിനകത്തായിരിക്കും. ഓരോരുത്തരുടെ ഫോണിൽ ഓരോ ഇതായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജെമിനി എടുത്തത് തന്നെ മറ്റേ ഇതിനകത്ത് ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഡോക്സ് ഫയലോട്ട് നേരിട്ട് പോയിക്കോളും. അതായത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഇമെയിൽ ഐ ഡിയുടെ ഡോക്സ് ഫയലിൽ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് കാണും, ക്രിയേറ്റിംഗ് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്രയും സാധനത്തിനെ ഡോക്യുമെൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, നേരെ ഈ ഓപ്പൺ ഡോക്സ് കൊടുക്കുമ്പോൾ അത് തന്നെ ഒരു അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും, ഇതിൽ ആദ്യത്തെ ഒന്നും വേണ്ടല്ലോ, നമുക്ക് അതിനെയൊക്കെ എടുത്തങ്ങ് കളയാം. സർ നമ്മൾ ഈ ഡോക്സിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് സമഗ്രയിൽ അപ്ലോഡ് ചെയ്യാനും എളുപ്പമായിരിക്കില്ലേ അല്ലേ? പിന്നെ അതിനാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണേ. ഇതിൽ കോപ്പി എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ വോയിസ് ഒക്കെ ഇട്ടല്ലേ സമഗ്രയിൽ ചെയ്യുന്നത് അല്ലേ? ചിലർ അങ്ങനെ ചെയ്യുന്നത് കണ്ടുണ്ട്. വോയിസ് ഇട്ട് ചെയ്യുന്നുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സമഗ്രയുടെ ഒന്ന് നോക്കാം കേട്ടോ, ഒരു ദിവസം ലൈവായിട്ട് അതും കൂടെ ഒന്ന് ചെയ്യാം. സമഗ്രയിൽ ഈ പിക്ചർ ആഡ് ചെയ്യേണ്ടതാ കുറച്ചുകൂടി ക്ലിയർ ആവേണ്ടത്. അത് പറഞ്ഞു തരുമായിരിക്കും അല്ലെ കുറച്ച് കഴിഞ്ഞാല്? പിക്ചറായിട്ട്, അതായത് ഇതിനെ പിക്ചറായിട്ട് ഇടാനാ? ഇങ്ങനെ അല്ല, ടെക്സ്റ്റ് അല്ലാതെ ഒരു ഭാഗം ടീച്ചിങ് നോട്ടിന്റെ ഒരു ഭാഗം ഇപ്പൊ ഒരു തിങ്കളാഴ്ച എടുക്കുന്നാല് ഒരു 1 വീക്ക് എടുക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതിലിപ്പം പിക്ചർ ചിലത് 2ാം ക്ലാസ്സിലാണെങ്കിൽ നമ്മളിപ്പോ ഒരു ചെറിയ ചിത്രങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ചിത്രങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അതൊന്ന് പഠിക്കണമായിരുന്നു. കാരണം ഈ സമഗ്രയിൽ അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ. ഉണ്ടല്ലോ, ഉണ്ട്. പിക്ചേഴ്സ് ആഡ് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാം. അത് റെഫറൻസ് ലിങ്ക് എന്നുള്ള ഒരു URL ആ ഒരു അഡ്രസ് വെച്ച് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ അതും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ, കഴിഞ്ഞ വർഷമൊന്നും. നമുക്ക് നോക്കാം. ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് അധികം ഇങ്ങനെ ടീച്ചിങ് മാനുവൽ അധികം ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നോക്കാം, ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് അത് ചെയ്തു നമുക്ക് നമുക്ക് ഫയലിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഇത് കിടപ്പുണ്ട്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഈ സാധനം കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് ഈ അറ്റാച്ച് ചെയ്ത PDF എന്ന് പറയുന്ന ഈ ഫയൽ എനിക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മളെ 6 ടാസ്കുകളാണ് നമ്മൾ ചെയ്തത് 2 മണിക്കൂർ കൊണ്ട്. നമുക്കിനി ഏകദേശം ഒരു 16-17 മിനിറ്റോളം ബാലൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ഒരു ഓട്ട പ്രദർശനം നടത്താം. ആദ്യം മുതൽ നമ്മൾ ചെയ്തത് സ്റ്റോറി തയ്യാറാക്കുകയാണ്. അതെല്ലാം ഈ ക്ലാസ് റൂമിൽ തന്നെ കിടപ്പുണ്ട്. എല്ലാം നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ കിടപ്പുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് B8 എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ ടീച്ചിങ് മാനുവലിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഇപ്പം കൊടുക്കണ്ട, നമ്മൾ കൊടുക്കേണ്ട സമയമുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞൻ ടീച്ചിങ് മാനുവലാണ് തയ്യാറാക്കി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പ്രൊഫഷണലി ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ റീഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് റൂം ഓപ്പൺ ആവും. ഈ ഓപ്പണായി വന്നതാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം. ഇതിനകത്ത് 2 പേജുണ്ട്. ഒന്ന് ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്ന സാധനം, ഇത് Day 1. നമ്മൾ Day 2 ആകുമ്പോഴത്തേക്ക് അടുത്ത പേജ് ആ സമയത്ത് വരും. അപ്പം നമുക്ക് Day 2 കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ Day 1 നമ്മൾ ഇരിക്കുന്നത്. Day 1 കയറുന്നു, ChatGPT ക്ലിക്ക് ചെയ്യുന്നു, ഈ സ്റ്റോറിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇവിടെ നിന്ന് കോപ്പി എടുക്കുന്നു, ChatGPT ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി തയ്യാറാക്കി തരുന്നു. പിന്നെ അടുത്ത ക്രിയേറ്റ് മീ ഇമേജ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി, അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് തയ്യാറാക്കി തരും. ഇമേജ് ടൈലായിട്ടായിരിക്കും കുറേ ഇമേജ് കാണും. അതിനകത്ത് ഐ നീഡ് എ സിംഗിൾ ഇമേജ് ഓഫ് ദി സ്റ്റോറി, ഒരു സിംഗിൾ ഇമേജാണ് വേണ്ടത്. പിന്നെ ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ്, അത് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഒറ്റ ഇമേജ് നമ്മൾ കണ്ടു. അപ്പോൾ ആ സ്റ്റോറിയും ഇമേജും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഇതായിട്ട് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് തയ്യാറാക്കേണ്ട നോട്ടുകൾ ആദ്യം ഫോട്ടോ എടുക്കുകയോ PDF രൂപത്തിലുണ്ടെങ്കിൽ PDF ആക്കി നമുക്ക് ഫോണിലോട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് അതിനെ ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ആ കണ്ടതിനെ ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. നിർബന്ധമില്ല, ഞാനിത് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. ആ നോട്ട് നമുക്ക് അറിഞ്ഞൂടല്ലോ, എവിടെയോ ഗൂഗിളിലോ എവിടെയോ കിടക്കുന്ന സാധനമാണ്. അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇമേജ് ടു ടെക്സ്റ്റ് കൊടുത്തു. ഇമേജ് ടു ടെക്സ്റ്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നേരിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചറും അറ്റാച്ച് ചെയ്ത് ഇതും കൊടുത്തു കഴിഞ്ഞാൽ എങ്കിലും ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും.
ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ക്രിയേറ്റ് അനദർ യുണീക് സ്റ്റൈൽ ഓഫ് ലെസൺ എക്സ്പ്ലനേഷൻ. ഐ വാണ്ട് ഇറ്റ് ടു ഫീൽ ഫ്രഷ്, ക്രിയേറ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ടിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ. മേക്ക് ഇറ്റ് എൻഗേജിങ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെമ്മറബിൾ ഫോർ സ്റ്റുഡൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ കൊടുക്കുമ്പോൾ ആ നോട്ടിനെ നമുക്കൊരു മറ്റൊരു രൂപത്തിൽ അതിനേക്കാളും മികച്ച മറ്റൊരു നോട്ടായിട്ട് നമുക്ക് കയ്യിൽ തരും. അതിൽ നമുക്ക് ആവശ്യമുള്ള പ്രോംപ്റ്റുകളൊക്കെ താഴെയായിട്ട് കൊടുക്കാം. എനിക്ക് ഇന്ന സാധനം ആഡ് ചെയ്യണം, ഇന്ന സാധനം വേണ്ട എന്നുള്ളത് വളരെ ലളിതമായ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. റീഡിങ് കാർഡ് വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല, സിമ്പിൾ. ഇത് കുറഞ്ഞ സാധനം കൊടുത്ത് കൊടുക്കാം. മാംഗോയുടെ ആണ് കിടക്കുന്നത്, മാംഗോ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് ജനറേറ്റ് ചെയ്ത് തരും. എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എത്ര ലൈൻ വേണം, ഇതിലിപ്പോൾ 5 ലൈനാണ് പറഞ്ഞേക്കുന്നത്, 10 ലൈൻ വേണമെങ്കിൽ 10 ലൈൻ എന്ന് പറഞ്ഞ് കൊടുക്കും. അതിനെ ഇനി ഇമേജ് ആക്കണമെങ്കിൽ എന്ത് കൊടുക്കും ടീച്ചേഴ്സ്? ഇപ്പം വെറുതെ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും മാംഗോയുടെ 5 ലൈൻ തരുന്ന ടെക്സ്റ്റ് ആയിരിക്കും. അതിനെ ഇമേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് റീഡിംഗ് കാർഡ്. ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ് റീഡിംഗ് കാർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തു. അതിനെ എന്നിട്ട് ഈ ജനറേറ്റ് ചെയ്ത് 5 ലൈനും അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് ബ്രാക്കറ്റ് ഇട്ട് പേസ്റ്റ് ചെയ്തും കൊടുത്തു. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവും. നമ്മുടെ മാംഗോ റീഡിംഗ് കാർഡൊക്കെ താഴെ. ആദ്യം എന്ത് ചെയ്തു, ഇതടക്കണം. സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ 5 ലൈൻ കൊടുത്തപ്പോൾ 5 ലൈൻ വെറും ടെക്സ്റ്റ് രൂപത്തിൽ എനിക്ക് തന്നു. എന്നിട്ട് അതിനകത്ത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഒരു മനോഹരമായിട്ടുള്ള ഇമേജ് കിട്ടി അല്ലേ. എന്നിട്ട് മാമ്പഴം എന്ന് പറഞ്ഞ് മലയാളത്തിലുള്ള ഒരു ഇത് കൊടുത്തു, അതും തയ്യാറാക്കി തന്നു. ഇനി എന്ത് വേണം, നമ്മൾ 5 പൈസ ശമ്പളം കൊടുക്കണ്ട, നമുക്ക് വേണ്ടി എല്ലാ ജോലിയും ചെയ്തു തന്നുകൊണ്ടിരിക്കണം. വർക്ക്ഷീറ്റ്, മാത്സിൻ്റെ വർക്ക്ഷീറ്റ് തയ്യാറാക്കി തരാൻ പറഞ്ഞു. മാത്സിൻ്റെ വർക്ക്ഷീറ്റ് ഇതാ തയ്യാറാക്കി. അതിൻ്റെ ബേസിക് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ അതിനകത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതങ്ങനെ തയ്യാറാക്കി തന്നതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ അതും തയ്യാറാക്കണം. ടെക്സ്റ്റ് ഇതിനെ എത്ര എടുത്ത് കോപ്പി എടുത്തു. എന്നിട്ട് ആ PDF അതിൻ്റെ ഒരു ടെക്സ്റ്റും കൂടെ നമ്മൾ കയ്യിലുള്ള ആ ഇംഗ്ലീഷ് റീഡറിൻ്റെ ടെക്സ്റ്റ് 2ാം ക്ലാസ്സിലാണെങ്കിൽ 2 കൊടുക്കാം, 3ൻ്റെ ആണെങ്കിൽ 3 കൊടുക്കാം, 4ൻ്റെ ആണെങ്കിൽ 4 കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുത്ത് അതിനെ നമുക്ക് ജനറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി അവസാനമായിട്ട് ടീച്ചിങ് മാനുവലാണ് നോക്കിയത്. ടീച്ചിങ് മാനുവൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ. ഇംഗ്ലീഷിൻ്റെ ആദ്യം കിടപ്പുണ്ട്, ക്രിയേറ്റ് എ യൂണിക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തു. ടീച്ചിങ് മാനുവലിനോടൊപ്പം നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു, അതിൻ്റെ ഒരു ടീച്ചിങ് മാനുവൽ, സാമ്പിൾ ടീച്ചിങ് മാനുവൽ മാത്രമാണ് നമ്മൾ കൊടുത്തത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു കുറച്ചും കൂടെ ഇപ്പോൾ മോശമൊന്നുമല്ല പറയുന്നത്, ഇതൊരു ടീച്ചിങ് മാനുവൽ കിട്ടി, അത്യാവശ്യം അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വെറും ടീച്ചേഴ്സ് അല്ലല്ലോ, സ്മാർട്ട് ടീച്ചേഴ്സ് അല്ലേ. നമ്മൾ കൊടുക്കുമ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ചെയ്യും നല്ല ക്വാളിറ്റിയിലുള്ള ചെയ്യും. ഇതും ഓക്കെ എന്നേ പറയാം. ഇതിപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ചെയ്യാം, ഒരു കോഴ്സൊന്നും അറ്റൻഡ് ചെയ്യണ്ട. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ടീച്ചേഴ്സിനും പറ്റും, ഈസിയാണ്. ഇനി മലയാളത്തിൻ്റെ ഉണ്ട്. മലയാളത്തിൻ്റെ നമ്മൾ ജെമിനിയിലാണ് ചെയ്തത്. ജെമിനി ജെമിനി ഉണ്ട്. ജെമിനിയും അവിടെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ക്ലോസ് ചെയ്തിരുന്നു. ജെമിനിയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോംപ്റ്റിനെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ജെമിനിയിൽ ഈ കാണുന്ന പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്തു. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് മാനുവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ കൊടുത്തപ്പോൾ ജെമിനി കുട്ടനും നല്ലൊരു ടീച്ചിങ് മാനുവൽ അവനെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് തയ്യാറാക്കി തന്നു. ഇതിനെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഓപ്ഷനാണ് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളതിനെ നമ്മുടെ ഏതിൽ കൊണ്ടുപോയി, ഡോക്യുമെൻ്റ് ഫയലിലോട്ട് കൊണ്ടുപോയി നമ്മളെ ഗൂഗിൾ ഡോക്കിൽ കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. ഇനി പറയൂ സംശയങ്ങൾ കൂമ്പാരാവട്ടെ. 65-46 മാഷെ എക്സ്പോർട്ട് ടു ഡോക്സ് പോയിട്ട് ഡോക്സിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിടും. അങ്ങനെ എക്സ്പോർട്ട് ഡോക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേ പണി തുടങ്ങും. എന്നിട്ട് താഴെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ് കാണിക്കുവേ. ആ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കി ആ ഡോക്യുമെന്റ് നമുക്ക് അവിടെ കാണിച്ചു.
ഇതാണ് സംഭവം.